നിങ്ങളെ സ്കൂൾ ഒരു ഭാഗ്യം നിറഞ്ഞ സ്കൂളാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ്? ഹലോ, എന്തുകൊണ്ടാണ് ഗേൾസ് ഓൺലി ആയത് മാത്രമല്ല, ഇപ്പം അബ്ദുൽ കലാം പഠിച്ച സ്കൂൾ ഒരു ഭാഗ്യമുള്ള സ്കൂളാണ് നമ്മൾ പറയൂലേ. നിങ്ങളെല്ലാവരും അവിടെ പഠിക്കുന്നതാണ് എൻ്റെ ഭാഗ്യം. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? ഒന്ന് ഗ്രീറ്റ് ചെയ്യാം അല്ലേ? നിങ്ങളെല്ലാവരും ഇന്ന് ആദ്യമായിട്ട് കാണാനുള്ള രീതിയിൽ എല്ലാവരും ഒരു ഹായ് പറയാം. ഏറ്റവും നല്ല ഗ്രീറ്റിംഗ് എന്താ? ചിരിയല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ ഹായ് പറയൂ, എന്നിട്ട് നന്നായിട്ടൊന്ന് ചിരിക്കുക. എല്ലാവരും പരസ്പരം ഒന്ന് നോക്കി, ആദ്യമായിട്ട് കാണുന്ന രീതിയിൽ എല്ലാവരും ഒന്ന് നോക്ക്, എന്നിട്ട് ഒരു ഹായ് പറയൂ. ചിരിക്ക്. ഓക്കെ, ഹാപ്പി അല്ലേ അല്ലേ? ഓക്കെ, എല്ലാവരും ഒന്ന് കുറച്ചൊന്ന് നിന്നിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെറുങ്ങനെ ചലിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഹായ് പറയും എല്ലാവരും. ഇത് ചിരിക്ക്. അപ്പൊ ഈ ഒരാഴ്ച നിങ്ങൾക്ക് NSS ക്യാമ്പിന്റെ 5ാം ദിവസമാണെന്നല്ലോ പറഞ്ഞത് അല്ലേ? ഈ 5ാം ദിവസമായപ്പോഴേക്ക് നിങ്ങൾക്ക് ഈ ഒരാഴ്ച ഉണ്ടായ ഏറ്റവും പ്ലസന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറ. ഏറ്റവും പ്ലസന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറ. ബിരിയാണി. ഓക്കെ, ഒരു ക്ലാപ്പ് കൊടുക്ക്. നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ ബിരിയാണിയാണോ? അല്ല. അപ്പൊ നല്ല രുചിയുള്ള ഒരു ബിരിയാണി കഴിച്ചാണ് നിങ്ങൾ ഏറ്റവും ദിവസം അല്ലേ? ഇതുപോലെ നമുക്ക് ഒരുപാട് ഹാപ്പി മൊമെന്റ്സ് ഉണ്ടാവും അല്ലേ? ഈ ഹാപ്പി മൊമെന്റ്സ് എപ്പോഴും നമുക്ക് നല്ലൊരു സോഴ്സ് ആണ്. ഒരുപക്ഷെ നിങ്ങൾ NSS ക്യാമ്പിൽ ഈ ദിവസങ്ങൾ തന്നെ നിങ്ങൾക്ക് അതുപോലത്തെ ഒരു ദിവസമായിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് ഏതായാലും നിങ്ങളെ കയ്യടിക്ക് ഒരു താളം ഞാൻ കണ്ടു. ഞാൻ മറ്റൊരു താളാത്മകമായിട്ടുള്ള ഒരു കയ്യടി കാണിച്ചു തരാണ്. ഇത് ലാഫ്റ്റർ യോഗ ടെക്നിക്ക് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ പറയുമ്പോൾ സംസാരിക്കുകയും വേണം, ചിരിക്കുകയും വേണം. ഓക്കെ, ഓക്കെ. ഇനി അപ്പൊ ഒരു വർഷം നമ്മളിപ്പോ ഒരു പുതുവത്സരത്തിലേക്ക് പോവുകയാണ് അല്ലേ? ഒരു പുതുവത്സരത്തിന്റെ വഴിയിൽ എത്തി നിൽക്കുകയാണ്. ഈ വർഷം ഈ 2024 നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകിയ ഒരു മുഹൂർത്തം ഒന്ന് ഓർക്കോ? കമോൺ. എന്താണ് നിനക്ക് ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തം? വെരി ഗുഡ്. ഒരു ക്ലാപ്പ് കൊടുക്കും. വളരെ അല്ലേ? ഏറ്റവും നല്ലൊരു സോഴ്സ്ഫുൾ മൊമെന്റ് ആണ് അല്ലേ? അപ്പൊ 2025 പോകുമ്പോ ആ ഒരു എനർജി മുഴുവനും നിന്റെ കയ്യിലുണ്ട് അല്ലേ? നിന്റെ ഈ എനർജി ഒരിക്കലും നമുക്ക് മിസ്സാവുന്നില്ല. നമുക്ക് ഒരിക്കലും നേടിയെടുത്തൊരു കാര്യം നമുക്ക് എന്നും നമുക്ക് വേണ്ട ഒരു എനർജി ആയിട്ട് അവിടെ ഉണ്ടാവും അല്ലേ? ആ മൊമെന്റ് ഒന്ന് എങ്ങനെ ആലോചിക്കുന്നു? ആ റിസൾട്ട് വന്ന ദിവസം വളരെ ഹാപ്പി ആയിരുന്നു. പ്രതീക്ഷിച്ചേക്കാൾ അപ്പുറം വിജയം കിട്ടി. ഓ, വെരി ഗുഡ്. ഒരു ക്ലാപ്പ് കൊടുക്കി. ഓക്കെ, ഇത് NSSന്റെ ടോൺ ആണല്ലേ ഈ കയ്യടി? ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന എന്താണ്? ഒരു സുസ്ഥിരമായിട്ട് ഹെൽത്തി ലിവിങ് അല്ലേ? ഹെൽത്തി ഒരു ലൈഫ് സ്റ്റൈൽ. നിങ്ങൾക്കൊക്കെ ഒരു സ്റ്റൈൽ ഉണ്ട് അല്ലേ? നമ്മളെ ഈ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഈ കണ്ണാടിന്റെ മുമ്പ് കാണുന്നത് മാത്രമാണോ നമ്മളെ സ്റ്റൈല്? നമ്മുടെ ആന്തരിക അവയവത്തിൽ നിന്നാണ് നമ്മുടെ സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യുക അല്ലേ? ഇപ്പൊ ഒരു പുകവലിക്കുന്ന ഒരാളെ കണ്ടാൽ അയാൾ സ്റ്റൈലാന്ന് പറയാൻ പറ്റുമോ? അതിന് മമ്മൂട്ടി ആയാലും അയാൾ സ്റ്റൈലല്ല. ഇനി ഷാറുഖ് ഖാൻ ആയാലും അതൊരു സ്റ്റൈലല്ല. കാരണം എന്താ? അവരെ ഉള്ളിലേക്ക് ഈ പുകവലിയുടെ ഓരോ വിഷവായു എത്തുമ്പോഴും എന്താ സംഭവിക്കുക? അവരെ ആന്തരിക ലെവലിൽ, റൂട്ട് ലെവലിൽ എന്തായിരിക്കും? അവരെ സൗന്ദര്യം മുഴുവനും നശിച്ചു പോയിട്ടുണ്ടാവും. ഇപ്പൊ മമ്മൂട്ടി സുന്ദരനാണ്. കാരണം എന്താ? മമ്മൂട്ടി പുകവലി നിർത്തി. പണ്ട് പുകവലിക്കുന്ന സമയത്ത് മമ്മൂട്ടി സുന്ദരനായിരുന്നോ? അല്ലേ? ഒരിക്കലും അല്ല. നമ്മളെ ആന്തരിക അവയവത്തിൽ ഉണ്ടാവുന്ന ഭംഗിയാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ഭംഗി എന്നാണ്. നിങ്ങൾക്ക് മുഖത്തൊക്കെ ഒരുപാട് ക്രീം പുരട്ടും, ഒരുപാട് ലിപ്സ്റ്റിക് പുരട്ടും. ഇതിലേറെ നിങ്ങൾക്ക് സൗന്ദര്യം നൽകുന്ന ഒരു സൗന്ദര്യ വസ്തു എന്താന്ന് പറയാൻ പറ്റുമോ? ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഗ്ലൈസ് ചെയ്യാൻ ചെയ്യുന്ന ഫിസിക്കൽ വസ്തു, ഹാപ്പിനെസ് ഒക്കെ, ഹൃദയം ഒക്കെ, അതൊന്നല്ല, വെള്ളം. നിങ്ങൾ ധാരാളം വെള്ളം കുടിച്ചാൽ തന്നെ നിങ്ങളെ ഭംഗി അവിടെ അടിപൊളിയായിട്ട് ഷൈനിങ് ആയി നിൽക്കും അല്ലേ? ഏറ്റവും നല്ലൊരു ബ്യൂട്ടി എന്താ പറയാ? സോഴ്സ് അല്ലേ വെള്ളം തന്നെ അല്ലേ? അപ്പൊ
അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്നാണ് നമ്മളെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ജീവിതശൈലി രോഗങ്ങൾ എന്തൊക്കെ അറിയാം? വെരി ഗുഡ്. പിന്നെ വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഏത്? കൊളസ്ട്രോൾ. ഓക്കെ, വെരി ഗുഡ്. ഫാറ്റി ലിവർ. വെരി ഗുഡ്, വെരി ഗുഡ്. പെൺകുട്ടികൾക്ക് കാണുന്നൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ട്, എന്താന്ന് പറയാൻ പറ്റുമോ? ഒരുപാട് പെൺകുട്ടികൾക്കുണ്ട്. വെരി ഗുഡ്. ഒരു ക്ലാപ്പ് കൊടുക്ക്, പ്രത്യേകം ക്ലാപ്പ് കൊടുക്കുക. കാരണം PCOD ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. യൂറിക് ആസിഡ്. ഞാനൊക്കെ പ്രാക്ടീസ് തുടങ്ങിയ സമയത്ത് ഒരു യൂറിക് ആസിഡ് ഉള്ള ഒരാളെ കാണുന്ന അത്ഭുതമായിരുന്നു. ഇപ്പൊ യൂറിക് ആസിഡ് ഇല്ലാത്ത ഒരാളെ കാണുന്ന നല്ല അത്ഭുതം. ഇതൊക്കെ എന്താ കാരണം? നമ്മുടെ ജീവിതശൈലി കൊണ്ട് കിട്ടിയതാ അല്ലേ? നമ്മളെ സൗന്ദര്യം നമ്മൾ നശിപ്പിച്ചതിന്റെ ഫലമായിട്ട് കിട്ടിയതാണ് അല്ലേ? അപ്പൊ എന്താണ് ജീവിതശൈലി രോഗം എന്ന് പറഞ്ഞാല്? ഇപ്പൊ നമ്മൾ കാണുന്ന എന്തെങ്കിലും പകർച്ചവ്യാധികൾ ജീവിതശൈലിയാണോ? ഇപ്പൊ എല്ലായിടത്തും മംസ് ഉണ്ട്, മുണ്ടിവീക്കുണ്ട്, അത് ജീവിതശൈലിയാണോ? അല്ല. ഇത് കമ്മ്യൂണിക്കബിൾ അല്ല. ജീവിതശൈലി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനൊരു ജീവിതശൈലി രോഗിയാണ്, എൻ്റെ അടുത്ത് വന്നതുകൊണ്ട് പകരൂല. ചിലപ്പോ പുകവലിയൊക്കെ പകരും കേട്ടോ. പുക വലിക്കുന്ന ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ ആ വലിക്കുന്ന ആൾക്ക് മാത്രമല്ല, അവിടെ അത് ശ്വസിക്കുന്ന ആൾക്കും. ഇനി പുകവലിക്കുന്ന ഒരു വ്യക്തി അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോയാൽ തേർഡ് ഹാൻഡ് സ്മോക്കിംഗ് എന്ന് പറയും. അവരെ ശ്വസിച്ചിട്ട് അതിൽ നിന്ന് വരെ അതിന്റെ വിഷമായി നമ്മൾ ഉള്ളിൽ എത്തുന്ന പറയും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഈ ജീവിതശൈലി രോഗങ്ങളുടെ മെയിൻ കാരണങ്ങൾ എന്തൊക്കെയാണ്? വെരി ഗുഡ്. എന്ത്? വെരി ഗുഡ്. ജോബ് സ്ട്രെസ്. ഓക്കെ, വെരി ഗുഡ്. കുടിക്കുന്ന വെള്ളം. പിന്നെ അധ്വാനമില്ലായ്മ അല്ലേ? ഫാമിലി പ്രോബ്ലം സ്ട്രെസ് ഉണ്ടാക്കും. വെരി ഗുഡ്. ക്ലാപ്പ് കൊടുക്കേ. പിന്നെ എക്സാം സ്ട്രെസ്. നിങ്ങൾ എക്സാമിന് സ്ട്രെസ് എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് രോഗിയായി മാറുക ചെയ്യുക. എക്സാമിൽ മാർക്കിൽ അതിൽ വേരിയേഷൻ വരുമോ? മാർക്ക് 10 മാർക്ക് കുറയേ ഉള്ളൂ. ഇന്ന് കഴിഞ്ഞ ദിവസത്തെ ഒരു സ്റ്റഡി ബോധിപ്പിക്കുന്നത് കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒരു 50 മിനിറ്റ് പുറത്തുകൂടിയൊക്കെ ഇറങ്ങി ഇങ്ങനെ നടന്ന് നേച്ചറിലൂടെ നടക്കുകയാണെങ്കിൽ 20% പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾ ഗേൾസ് ഹൈസ്കൂളിൽ എല്ലാ കുട്ടികളും ഇല്ലേ മാഷെ, ഇനി പരീക്ഷ എഴുതാൻ പോകുമ്പോൾ എന്ത് ചെയ്യണം? ഒരു 50 മിനിറ്റ് പുറത്തുകൂടിയൊക്കെ നടന്നിട്ട് പുസ്തകം എടുത്ത് വായിച്ചോ, കുഴപ്പമൊന്നുമില്ല അല്ലേ? അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും? 20% മാർക്ക് കിട്ടും. അപ്പോൾ സ്ട്രെസ് എടുത്ത് നിൽക്കണ്ട. പകരം എന്ത് ചെയ്യുക? നല്ല ഞാൻ പഠിച്ചത് യൂറോപ്പിലാണ്. അപ്പം നമ്മൾ അവിടെ പഠിച്ച സമയത്ത് ഒരു ദിവസം ഞാൻ എക്സാം കൊടുത്തു. എനിക്ക് ആകെ അന്ന് വളരെ ചെറിയൊരു മാർക്കേ കിട്ടിയുള്ളൂ. ടീച്ചർ ചോദിച്ചു, നിങ്ങൾ എന്നാണ് വീണ്ടും എക്സാം വരാൻ വരുന്നത്, എക്സാം എഴുതാൻ വരുന്നത് എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ നാളെ തന്നെ വരാമെന്നാണോ? നാളെയോ? ഇന്ന് ഇത്രയും കുറഞ്ഞ മാർക്ക് കിട്ടിയെങ്കിൽ നാളേക്ക് എങ്ങനെയാണ് പാസ്സാകുകയെന്ന് ചോദിച്ചു. കുഴപ്പമില്ല ടീച്ചറെ, ഞങ്ങൾ ഇന്ത്യയിൽ അങ്ങനത്തെ സിസ്റ്റമാണ്, പരീക്ഷൻ്റെ തലേന്ന് പഠിക്കുന്ന സിസ്റ്റമാണ്. ഞാൻ കഴിഞ്ഞ തലേന്ന് പഠിച്ചില്ല, ആ ഒരു പ്രശ്നമേ ഉള്ളൂ. ഇന്ന് ഞാൻ പഠിച്ച് നാളെ തരാമെന്ന് പറഞ്ഞു. എന്നായിക്കോട്ടെ, നിങ്ങൾക്ക് അങ്ങനെ കോൺഫിഡൻസ് ഉണ്ട് വന്നു എന്നാണ്. അങ്ങനെ പിറ്റേന്ന് അന്ന് രാത്രി ഞാൻ നല്ല മഞ്ഞുള്ള സമയമാണ്, നല്ലോണം പുറത്തിറങ്ങി നല്ല നേച്ചർ ഇതിലൊക്കെ പോയിരുന്ന് കുറേ നേരം വായിച്ച് പഠിച്ച് പിറ്റേന്ന് പോയപ്പോൾ എനിക്ക് A+ കിട്ടിയത്. A+ കിട്ടി. അതെന്താ സംഭവിച്ചത്? നേച്ചർ വാക്ക് പോയി വളരെ എൻജോയ് ചെയ്ത് പഠിച്ചു, അതുകൊണ്ട് കിട്ടി. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു, നമ്മൾ സ്ട്രെസ് ഇല്ലാതെ ഹാപ്പി ആയിട്ട് എന്ത് ചെയ്യുകയാണെങ്കിലും നമുക്ക് എന്താവും? നമുക്ക് പെർഫോമൻസ് നന്നാവുക ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ജീവിതശൈലിയിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരും? നമ്മുടെ ലൈഫ് സ്പാൻ കുറയും, നമ്മുടെ സൗന്ദര്യം കുറയും അല്ലേ? ഒരുപാട് അസുഖങ്ങളും വരും അല്ലേ? വെയിറ്റ് ലോസ് ഉണ്ടാവും. വെയിറ്റ് ലോസും വരാം, വെയിറ്റ് ഗെയിനും വരാം. ഓവർ ഭക്ഷണം കഴിച്ചാൽ വെയിറ്റ് ഗെയിനും വരാം. ഒരു ക്ലാപ്പ് പിടിക്കുക. അപ്പൊ നമ്മൾ പിന്നെ ഒരുപാട് സാമ്പത്തിക ഭാരവും വരും അല്ലേ? ഇപ്പം ഞാൻ പലപ്പോഴും നമ്മളൊക്കെ പറയും, പല ഈ പുകവലിച്ച് വരുന്ന വീട്ടിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ ഞങ്ങൾ പറയും, നിങ്ങളെ പോക്ക് ക്യാൻസറിലേക്കാട്ടോ എന്ന് പറയും. അല്ലെ നിങ്ങൾക്ക് അതിൻ്റെ അടുക്ക് വല്ല ഹൃദയാഘാതവും പക്ഷാഘാതവും വന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ക്യാൻസറിന് രക്ഷപ്പെടാമെന്ന്, ചിലപ്പോൾ അതുകൊണ്ട് നിർത്തിയാലോ എന്ന് വിചാരിച്ചിട്ട്. പലപ്പോഴും നമ്മളെ പറയുന്ന ആൾക്കാർ ഏതെങ്കിലും ഒരു ദിവസം ക്യാൻസർ ആയിട്ട് തന്നെ വരിക. ഈ ക്യാൻസർ അവരെ സൃഷ്ടിയാണോ അല്ല അവർക്ക് അവർ ജീനിൽ കിട്ടിയതാണോ? 90% അവരെ സൃഷ്ടിയാണ്. 10% ജീനിന് റോളുള്ളൂ. ഇപ്പം നിങ്ങൾ ജനറ്റിക് ടെസ്റ്റ് നടത്തിയിട്ട് നിങ്ങൾക്ക് ഇന്നൊരു അസുഖം വന്നു എന്ന് വെക്കുക, നിങ്ങൾ പേടിക്കേണ്ടതുണ്ടോ? പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഒരു ലോക്ക് തുറക്കണമെങ്കിൽ ഒരു ചാവി ഇടണം. ഈ ചാവി ഇട്ടില്ലെങ്കിലോ ലോക്ക് തുറക്കാൻ പറ്റുമോ? ഈ ലോക്ക് ആണ് ജീൻ. ചാവി എന്താണ്? നമ്മുടെ ജീവിതശൈലിയാണ്.
ഇപ്പോൾ ഒരു അസുഖം പാരമ്പര്യമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതും വരുമല്ലോ എന്ന് എത്രയോ ആൾക്കാർ അങ്ങനെ അറ്റാക്ക് വരാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ജീവിതശൈലി കൊണ്ട് നമുക്ക് എന്ത് പാരമ്പര്യ രോഗത്തെയും നമുക്ക് മറികടക്കാൻ പറ്റും. കാരണം ഇത് തുറക്കാനുള്ള സമയം നമ്മൾ കൊടുക്കൂല. ലോക്ക് അവിടെ ഉണ്ട് എന്നേ ഉള്ളൂ. അപ്പോൾ ജീവിതശൈലി എന്താണ്? നമ്മൾ ജീനേക്കാളും മുമ്പിലാണോ പിമ്പിലാണോ? മുമ്പിലാണ് അല്ലേ? വെരി ഗുഡ്. എല്ലാവരും ക്ലാപ്പ് കൊടുക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിന് വേണ്ടിയിട്ട് ജീവിതശൈലി സെറ്റാക്കിയിട്ട് ഏറ്റവും നല്ല, ഇവിടെ ഇപ്പോൾ സുന്ദരികൾ മാത്രമേ ഉള്ളൂ അല്ലേ? ഏറ്റവും നല്ല സുന്ദരികളായി നിൽക്കാൻ നിങ്ങൾ റെഡിയാണോ? റെഡിയാണല്ലോ അല്ലേ? നമ്മളെ ഇൻറ്റേർണൽ ഓർഗൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്താലേ നമ്മളെ സൗന്ദര്യം ഉണ്ടാവുള്ളൂ. നമ്മളെ സൗന്ദര്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം ആരോഗ്യത്തോടെ നമ്മൾ മരണം വരെ ജീവിക്കുക എന്നുള്ളതാണ് അല്ലേ? അല്ലാതെ മുഖത്ത് കുറേ ക്രീം പുരട്ടിയിട്ട് ജീവിക്കാന്നാണോ? ഇവിടെ ആരും ക്രീം പുരട്ടിയിട്ടില്ലല്ലോ. വെരി ഗുഡ്. എല്ലാവർക്കും ഒരു ക്ലാപ്പ് കൊടുക്കും. നിങ്ങൾ വെള്ളം എല്ലാവരും കുടിച്ചിട്ടുണ്ടോ നന്നായിട്ട്? എത്ര ലിറ്റർ വെള്ളം കുടിച്ചു? അത് മോശമായി പോയി. അത് അടുത്ത ദിവസം അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പം നമുക്കറിയാം ഈ ഇന്നത്തെ ടീനേജ്, നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ആർക്കും അതൊരു പ്രശ്നം ഉണ്ടാവില്ല. എങ്കിലും പല ബോയ്സിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് ഡ്രഗ്സ് അബ്യൂസ് വളരെ നടക്കുന്നുണ്ട്. ഇന്ന് ടീനേജിലെ ഏറ്റവും വലിയൊരു വിഷയമാണ് അല്ലേ? MDMA, മെത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അപകടകരമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. പണ്ടൊക്കെ ആൽക്കഹോൾ ആയിരുന്നു, ഇന്ന് അത് കുറച്ച് കുറഞ്ഞിട്ട് ഇത് വളരെ കൂടി വരുന്നൊരു സാഹചര്യമുണ്ട്. ഉണ്ടോ അല്ലേ? നിങ്ങളിപ്പോൾ ഗേൾസ് സ്കൂൾ ആയതുകൊണ്ട് നിങ്ങളത് അറിയുന്നില്ല എന്നുള്ളൂ. പക്ഷേ പലപ്പോഴും നമുക്കൊക്കെ പല കേസുകളും ഇങ്ങനെ കുട്ടികളൊക്കെ പിടിച്ചു കൊണ്ടുവരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾക്ക് അത് അറിയാറുണ്ട്. അപ്പോൾ ഈ റിസ്കി സബ്സ്റ്റൻസ് ആണ് ഒരു മനുഷ്യൻ്റെ ജീവിതശൈലിക്ക് മുമ്പിൽ ഏറ്റവും വലിയൊരു വിലങ്ങ്. നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾ 2 ഗ്രൂപ്പായിട്ട് ഇങ്ങോട്ട് വരും. 2 ഗ്രൂപ്പായിട്ട് നിങ്ങൾക്കിപ്പം നിങ്ങൾ കുറച്ച് പേര് വന്നാൽ മതി. എല്ലാവരും കൂടി ഓക്കെ വരുവാ? ഓക്കെ, ഒരു 4 പേര്. നിങ്ങൾ പെൺകുട്ടികളിപ്പോൾ ഇതൊന്നും ഇല്ലാത്തവരാണ്. പക്ഷെ എന്ത് ചെയ്യാണ്, നമുക്ക് എന്നാലും നമ്മൾ എപ്പോഴും ഈ പിയർ ഗ്രൂപ്പ് പ്രഷറാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ സമ്മർദ്ദത്തിലായിരിക്കും അവരാൾ. നിങ്ങൾ 4 ആൾ ഇങ്ങോട്ട് വരിക, എൻ്റെ ഇവിടുന്ന് വരിക. അപ്പോൾ ഒരു ഗ്രൂപ്പ് പറയണം, നമുക്കിന്ന് ഒരു പാർട്ടി ഉണ്ട്, നമുക്ക് വളരെ സന്തോഷിക്കാൻ വേണ്ടി ഒന്ന് മെത്ത് അടിക്കാന്ന് പറയാം. മെത്ത് എന്നോ എന്തോ പറയുന്നു, അടിക്കാന്ന് പറയാം. അപ്പോൾ ഇവരെന്ത് ചെയ്യണം? അതിനെ റെസിസ്റ്റ് ചെയ്യണം. പറ്റൂല എന്നുള്ള രീതിയിൽ നിങ്ങളെങ്ങനെ പ്രതികരിക്കും നോക്കാനാ. വാ വരി 4 ആൾ. അല്ല, ഇവിടുന്ന് വന്നാൽ മതി. ഇവിടുന്ന് വന്നോളി. വാ വരി. അതിനെ റെസിസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാവുമല്ലോ. കാരണം നിങ്ങളെന്താണെന്നല്ലോ, നിങ്ങൾ അംബാസിഡർമാരാണ്. മറ്റു കുട്ടികൾക്ക് NSS ക്യാമ്പിൽ വരുന്ന ഓരോ കുട്ടിയും എന്നാൽ മറ്റെല്ലാ കുട്ടികൾക്കും മാതൃക ആവേണ്ടവരും അല്ലേ? അവരെ കൊണ്ട് നല്ലത് ഉപദേശിക്കേണ്ടവരാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനെ പറയാതെ നിങ്ങൾ റെസിസ്റ്റ് ചെയ്യുക, പ്രതിരോധിക്കുക. എങ്ങനെയാണെന്ന് നോക്കട്ടെ. നിങ്ങൾ പറയാ, നമുക്ക് ഇന്ന് ഉഷാറാവാൻ വേണ്ടി ഒരു ബിയർ അടിക്കാന്ന് പറയും നിങ്ങൾ. അപ്പം നിങ്ങൾ പറയാം അത് പറ്റൂല, അതുകൊണ്ടുള്ള ദൂഷ്യങ്ങളും പറയാം. ഓക്കെ, എന്നാ പറഞ്ഞു. വിളിച്ചേ നമ്മൾ ആരോഗ്യം നശിപ്പിച്ചുള്ള വൈബ് വേണ്ട. അവസാനം വരെ ഇനി നിങ്ങൾ പറയും എന്നായിക്കോട്ടെ ഞങ്ങൾക്ക് വേണ്ട, അത് വരില്ലല്ലോ എന്നോട്ട് പോയി. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇന്ന് കാണുന്ന ഏറ്റവും അപകടം പിടിച്ച വസ്തുക്കൾ എന്തൊക്കെയാണ്? പുകവലിയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് അല്ലേ? ഇന്നത്തെ കുട്ടികളെല്ലാം അത് കുറവാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അംബാസിഡർമാരാണ്. കുട്ടികളെ മൊത്തം ടീനേജ് കുട്ടികളെ നന്നാക്കേണ്ട ഉത്തരവാദിത്തമാണ് NSS ക്യാമ്പിലുള്ള ഓരോ കുട്ടിക്കുള്ളത് അല്ലേ? അപ്പൊ നിങ്ങളിത് പഠിച്ചിരിക്കണം. നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങളെ കമ്മ്യൂണിറ്റിയെ മൊത്തം നന്നാക്കാനാണ്. കാരണം ടീനേജ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം എന്താണെന്നറിയോ? നമ്മളെ തലച്ചോറ് എല്ലാവരും ഇവിടെ ഒന്ന് കൈവെക്ക്. ഈ ഭാഗം ഇത് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്. നിങ്ങൾ ബയോളജി പഠിച്ചിട്ടില്ലേ? ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിന്റെ പ്രത്യേകത എന്താണ്? കൈ വെച്ചോളൂ, താഴ്ത്തിക്കോളൂ. എന്താ പ്രത്യേകത? ഇതിന് മനുഷ്യന് ലോജിക്കായിട്ട് തീരുമാനം എടുക്കാൻ പറ്റുന്നുള്ളതാണ്. ഞാൻ പറഞ്ഞാൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുള്ളതാണ്.
പലപ്പോഴും നിങ്ങളെ രക്ഷിതാക്കൾ നിങ്ങളെ ചീത്ത പറയുന്നതിന് ഞാൻ യോജിക്കൂല. കാരണം എന്താ? അത് നിങ്ങളെ ബ്രെയിനിൻ്റെ കുഴപ്പമാണ്, അല്ലാണ്ട് നിങ്ങളെ കുഴപ്പമല്ല. നിങ്ങളെ ബ്രെയിൻ ഇനിയും ലോജിക്കായിട്ട് തീരുമാനം എടുക്കാൻ റെഡിയല്ല. അതിനുള്ള വളർച്ച നിങ്ങളെ ബ്രെയിനിന് വന്നിട്ടില്ല. അത് 18 വയസ്സ് കഴിയണം. മനസ്സിലായില്ലേ? ലോജിക്കായിട്ട് തീരുമാനം എടുക്കാൻ എന്താ ലോജിക്ക് അല്ലാതെ തീരുമാനം എന്താ എടുക്കുക? ഇമ്പൾസീവായിട്ട് തീരുമാനം എടുക്കുക. ഇപ്പോൾ ഒരു ഫ്രണ്ട് പറയുകയാണ്, നീ കുറച്ച് ഇതടിക്ക് എന്നാൽ നല്ല ഉഷാറാന്ന് പറയുമ്പോഴേക്ക് ഇമ്പൾസീവ് വരാ, നമുക്കൊന്ന് ഉഷാറാവാമല്ലോ എന്നുള്ള രീതിയിൽ കഴിക്കുന്നത്. അതെന്താണ്? ഇമ്പൾസീവാണ്. ലോജിക്കായിട്ട് തീരുമാനം എടുക്കുന്ന ഒരാൾ ലഹരി വസ്തു ഉപയോഗിക്കുമോ? ഒരിക്കലും ഉപയോഗിക്കൂല അല്ലേ? ലോജിക്കായിട്ട് തീരുമാനം എടുക്കുന്ന ഒരാൾ പുക വലിക്കുമോ? ഇല്ല. പിന്നെ ഇമ്പൾസീവായിട്ട് എടുക്കുന്ന ആളാണെങ്കിലോ ചിലപ്പം സ്വന്തം കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടി മറ്റേതൊക്കെ ആയിട്ട് എന്ത് ചെയ്യും? അവരെങ്ങനെ അടിച്ചു തുടങ്ങും അല്ലേ? അപ്പോൾ ഈ ഒരു നിങ്ങളൊരു ഏജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിത് ഡെവലപ്ഡ് ആവാത്തതുകൊണ്ട് പെട്ടെന്ന് നിങ്ങളെന്താവും? നിങ്ങളെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒക്കെ പ്രഷറിൽ എന്താവും? നിങ്ങളിതിലേക്ക് തെന്നിപ്പോകാനുള്ളൊരു സാധ്യത നിങ്ങളെ തലച്ചോറിലുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ തലച്ചോറ് നിങ്ങളെ ഇങ്ങോട്ട് കൺട്രോൾ ചെയ്യണോ തലച്ചോറ്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കൺട്രോൾ ചെയ്യണോ? കൺട്രോൾ. നിങ്ങൾ തലച്ചോറിൻ്റെ രാജാവാവണം. തലച്ചോറിൻ്റെ രാജാവ് ആരാവണം? നമ്മളാവണം. തലച്ചോറ് നമ്മളെ രാജാവായാലോ? ഇപ്പൊ പുകവലിക്കുന്ന ഒരാൾക്ക് പുകവലി തെറ്റാന്ന് അറിയാഞ്ഞിട്ടാണോ? അവരെ അഡിക്ഷനായിട്ട് അവർക്ക് എന്തായി? തലച്ചോറ് അവരെ ഭരിക്കാൻ തുടങ്ങി. ഇതാണ് ശരിയെന്ന് കാണിക്കാൻ തുടങ്ങി അല്ലേ? പലപ്പോഴും ഇപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി സ്ക്രോൾ ചെയ്യാം. എന്ത് കാര്യം ഉണ്ടാവുക? പെട്ടെന്ന് നിങ്ങൾക്കൊരു ഡോപ്പമിൻ എനർജി കിട്ടും. പിന്നെ നിങ്ങൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ എന്താ വരുന്നത് നോക്കി പിന്നെയും പോയി നിങ്ങളെ സമയമായിട്ട് പോയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ എന്താക്കി? ഇമ്പൾസീവായിട്ട് ഒരു അഡിക്ഷനിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടാവും. എന്താണ്? നെഗറ്റീവ് അഡിക്ഷനാണോ പോസിറ്റീവ് അഡിക്ഷനാണോ? നെഗറ്റീവ് അഡിക്ഷനാണ്. പോസിറ്റീവ് അഡിക്ഷനാണ് എന്തായിരിക്കും? നിങ്ങൾ പുസ്തകം എടുത്ത് നോക്കൂ അല്ലേ? പുസ്തകം എടുത്ത് വായിച്ചാലും നമുക്ക് വളരെ എനർജറ്റിക് ആയി നിൽക്കും. ഇന്നത്തെ കാലത്ത് പുസ്തകം പഠിച്ചില്ലല്ലോ എന്തായിരിക്കും അവസ്ഥ? പുസ്തകം മീൻസ് പഠിച്ചില്ലല്ലോ എന്തായിരിക്കും അവസ്ഥ? ഇന്ന് നിങ്ങൾക്ക് ആരോടാ കോമ്പീറ്റ് ചെയ്യാനുള്ളത്? നിങ്ങൾ അടുത്ത കൂട്ടുകാരോടാണോ? എന്തിനോടാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാനുള്ളത്? ഗ്ലോബലി അല്ല. എന്തിനോടാണ്? ഏറ്റവും മണ്ടുള്ള സാധനം ഏതാണ്? വെരി ഗുഡ്. ഒരു ക്ലാപ്പ് പിടിക്ക്. AI-ക്കും മേലെ നിങ്ങൾ വളരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ ലേണിങ്ങിൻ്റെ സ്പീഡ് കൂടണം. നിങ്ങൾ ഇൻറ്റു സ്പീഡിലൊക്കെ യൂട്യൂബ് വീഡിയോ കാണണം. അങ്ങനെ ഇൻറ്റു സ്പീഡിൽ പഠിക്കേണ്ട കാര്യം കാണണം. ഇപ്പം ഞാൻ നിങ്ങൾ ഈ കണ്ടൻറ്റൊക്കെ AI-ൻ്റെ സഹായത്തോടെ അത് ചെയ്തത്. എനിക്ക് വളരെ എളുപ്പമാണ്. ഞാൻ യൂട്യൂബിലൊരു കണ്ടൻറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ചോദിക്കും, ഡോക്ടറെ നിങ്ങൾ എങ്ങനെയാണ് ഈ തിരക്ക് പിടിച്ച പ്രാക്ടീസിനല്ലേ 5ഉം 10ഉം കണ്ടൻറ്റൊക്കെ ഉണ്ടാക്കുന്നത്? എനിക്കൊരു വിഷയമില്ല. ഒരു പേഷ്യൻ്റ് എന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഞാൻ അപ്പം തന്നെ ആ ക്വസ്റ്റ്യൻ AI-യിൽ ഇട്ട് കൊടുക്കും. അതിനെക്കുറിച്ച് എന്തെങ്കിലും അക്കാഡമിക് ബുക്സ് എടുക്കും, അക്കാഡമിക് ബുക്സിൻ്റെ കണ്ടൻസ് വേഗം അതിലേക്ക് ഇടും. എന്നിട്ട് അതിനെക്കുറിച്ച് പെട്ടെന്നൊരു നോട്ട്സ് ഉണ്ടാക്കും. എത്ര എളുപ്പമുള്ളൊരു കാലഘട്ടത്തിൽ ഞങ്ങൾ ജീവിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ലേണിങ് അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയില്ലേ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ പഴയ വേർഷനായിട്ട് അവിടെ നിൽക്കൂ അല്ലേ? ഇന്ന് വേർഷനാണ് ഓരോ വർഷം അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുകൂടിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഓക്കെ? പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ? ഇപ്പം നമ്മൾ പുക വലിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് പുക വലിച്ചാൽ ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾ എന്തൊക്കെയാണ്? ഒരു പുക വലിക്കുന്ന ആൾ വന്നാൽ നിങ്ങൾ മൂക്ക് പൊത്തുമല്ലേ? എല്ലാവർക്കും അതിന് അഭിപ്രായം അല്ലേ? 100% ഉറപ്പാണ്. പണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ കാണാൻ വന്നു ഹോസ്പിറ്റലിലേക്ക്. ഞാൻ വിചാരിച്ചു എൻ്റെ ഫ്രണ്ട് അല്ല, എനിക്ക് വളരെ സന്തോഷമായി. ഇവർ റൂമിൽ വന്ന് ജീവിതത്തിൽ പിന്നെ ഞാൻ എൻ്റെ റൂമിൽ വിളിച്ചില്ല. ഇവൻ അവിടെ വന്ന് സിഗരറ്റ് വലിച്ച് ആകെ നാറ്റായി. സിസ്റ്റർമാരൊക്കെ പറഞ്ഞു, എന്തൊരാളെ നിങ്ങളെ ഫ്രണ്ട് അല്ലേ? അത്രയും ദുർഗന്ധമായിരിക്കും. പലപ്പോഴും ഈ പുക വലിക്കുന്ന വീടുകളിൽ ചിലപ്പോൾ അവർക്കത് മനസ്സിലാവില്ല. ഇന്ന് നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ കുടുംബത്തിലോ വീട്ടിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ പുകവലി നിർത്തിക്കണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതിനാണ് നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നെന്താണ്? ഈ ബാഡ് സ്മെല്ല് അല്ലേ? പിന്നെ അവരെ ചുണ്ടൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അവർ വലിക്കുന്നുണ്ടോ അല്ലേ? അപ്പോൾ പുറത്ത് തന്നെ ഇത്രമാത്രം ഡാമേജ് അവരുണ്ടാക്കും അല്ലേ? പിന്നെന്തൊക്കെയാണ് എഫക്റ്റ്? ചുമ. വെരി ഗുഡ്. COPD എന്ന് പറയും. അത് ക്രോണിക് ആണ്, കുറേ കാലം വലിക്കുമ്പം വരും. പിന്നെന്തൊക്കെ? പല്ല് കൊഴി. വെരി ഗുഡ്. ഇപ്പം ഇത്രയും പെട്ടെന്നുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ട് അല്ലേ? അപ്പോൾ നിങ്ങളെ വീട്ടിലേക്ക് ഒരു പുകവലിക്കാരൻ വന്നാൽ നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും? ഇഷ്ടമല്ല എന്നുള്ളവരൊക്കെ ഒന്ന് കൈവക്ക്. അപ്പോൾ ആർക്കും ഇഷ്ടമല്ല അല്ലേ? ഒരു ക്ലാപ്പ് എടുത്തില്ല. പിന്നെ ദീർഘകാല അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്ന ചേഞ്ച് എന്താണ്? വെരി ഗുഡ്. COPD അല്ലേ? ലങ് ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, എംഫിസേമ, COPD എന്ന് പറയും.
ഓക്കെ, പിന്നെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് ഞാൻ AI-ൻ്റെ സഹായത്തോടെ ക്രിയേറ്റ് ചെയ്തൊരു ചിത്രമാണ്. AI-ൽ വെച്ചിട്ട് ChatGPT വെച്ച് ക്രിയേറ്റ് ചെയ്തത്. അതൊരു പുകവലിക്കാരൻ്റെയും, ഇതിലേതാണ് പുകവലിക്കാരൻ്റെ ശ്വാസകോശം? വെരി ഗുഡ്. എത്ര മാറ്റം ഉണ്ടല്ലേ. നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റ നോട്ടിൽ മനസ്സിലാക്കുക ഇയാൾ എത്ര കൊല്ലം സിഗരറ്റ് വലിച്ചു എന്നുള്ളത്. ഇതാ കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് AI അത് എനിക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നൊക്കെ. ഇന്ന് ചില കുട്ടികളുടെ ഇടയിലുള്ളൊരു ട്രെൻഡാണ് വെയ്പ്പിംഗ്. കേട്ടിട്ടുണ്ടോ? വെയ്പ്പിംഗ്. ഒരു സാധനം ഇങ്ങനെ പെൻസിൽ പോലത്തെ ഒരു സാധനം ഇങ്ങനെ ഇതാക്കുന്നല്ലേ, അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ? അല്ലേ, ഉണ്ട്. സിഗരറ്റിൻ്റെ അതേ എഫക്റ്റ് തന്നെ അതുകൊണ്ടും ഉണ്ടാവും. മനസ്സിലായില്ലേ? ചിലർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട്, വെയ്പ്പിംഗ് കുറച്ചുകൂടി സേഫാണ്. അതുകൊണ്ടും എന്തൊക്കെ വരും? അതിനുകൊണ്ടും ലങ്സിനൊക്കെ ഒരുപാട് ഡാമേജ് വരും, ഹൃദ്രോഗങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും അല്ലേ. ഇതാണ് സിഗരറ്റ് വലിക്കാർ ചെയ്യുന്നത്. ഇതും AI-ൻ്റെ സഹായത്തോടെ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. കണ്ടോ, നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്താ AI-ൻ്റെ സഹായത്തോടെ. ഇതാണ്ടോ, ഈ ഒരു എഫക്റ്റ് ഉണ്ടാവുക അല്ലേ. ഇതാ നോക്കിയതാ ഉണ്ടല്ലേ. നമ്മൾ ശ്വാസകോശത്തിനെ കത്തിച്ച് കളിയാണ്. ഓക്കെ. ഇനി മദ്യപാനം അല്ലേ. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് നമ്മളെ ഈ ഒരു സോണിലൊക്കെ കുറവാണ്. എന്നാലും മദ്യപാനം ഒരു വലിയ ഭീഷണി തന്നെയാണ് അല്ലേ. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മദ്യപിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന എഫക്റ്റ് എന്തൊക്കെയാണ്? ലിവറിനെ കുറച്ച് കഴിയും, എന്നാലും എഫക്റ്റ് ചെയ്യും. ഒരു ക്ലാപ്പ് കൊടുക്കുക. ലിവറിനെ പെട്ടെന്ന് ഓവർഡോസ് കഴിച്ചാൽ അപ്പം തന്നെ ഇമ്മീഡിയറ്റ് എഫക്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാകുന്ന നമ്മളെ ഒരു ഭ്രാന്ത് പിടിച്ചൊരവസ്ഥ ഉണ്ടാവും അല്ലേ. പിന്നെ തീരുമാനശേഷിയിലൊക്കെ ഒരു ദുർബലമാവും അല്ലേ. കുറേ ദീർഘകാല അടിസ്ഥാനത്തിൽ എന്തൊക്കെ മാറ്റം ഉണ്ടാവുക? വെരി ഗുഡ്. പിന്നെ ക്യാൻസർ വരും. വെരി ഗുഡ്. അവസാനം ഒരു മനോരോഗിയായിട്ട് മാറും അല്ലേ. അപ്പം അങ്ങനത്തൊക്കെ. ഇപ്പം ഈ ആത്മഹത്യാ പ്രേരണകളൊക്കെ ഏറ്റവും കൂടുതൽ ആർക്കാ ഉണ്ടാവുക? ആത്മഹത്യ ചെയ്യാനുള്ള പ്രേരണയൊക്കെ ഒരാൾ ഇപ്പോൾ ടീനേജ് ഏജിലൊക്കെ പലപ്പോഴും ഇപ്പം അടുത്ത് തന്നെ കുറേ പേര് നമ്മൾ കണ്ടു ആത്മഹത്യ ചെയ്ത കേസുകൾ. മാർക്കൊക്കെ കുറഞ്ഞിട്ട്. ഈ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ ആർക്കെങ്കിലും ആത്മഹത്യ ചെയ്യാൻ പാടുണ്ടോ? അതെന്തുകൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്തത്? മനക്കരുത്തില്ലാത്തത്. ആരോട് അവർക്ക് ഇഷ്ടമല്ലാത്തത്? അവനോട്. ഒരാളെ ഏറ്റവും ഇഷ്ടപ്പെടേണ്ട ആരാണ്? എന്നാൽ എല്ലാവരും ഉറക്കെ പറ, ഐ ലവ് മീ എന്ന് പറ. ഉറക്കെ ലവ് മീ, ഐ ലവ് മീ. ഉറക്കെ പറ. എപ്പോഴും നിങ്ങളെയാണ് ഏറ്റവും ഇഷ്ടപ്പെടേണ്ടത്. എന്നിട്ടേ നിങ്ങളെ ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടാൻ പാടുള്ളൂ. ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ള ആരാ? വെരി ഗുഡ്. അതായിരിക്കണം സൗന്ദര്യത്തിൻ്റെ ഫസ്റ്റ് ഗ്രേഡ്. ആരാണ് ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ? ആ ഒരു ബോധത്തോടെ നമ്മൾ എന്തും തോന്നാൻ പാടുള്ളൂ. ഇപ്പം ഇപ്പം അടുത്ത് പറഞ്ഞു നമ്മളെ ഒരു പുതിയൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ, പുഷ്പ 2. അത് കാണാൻ പോയപ്പം അവിടുന്ന് തിക്കിത്തിരക്കിലും പെട്ടു. ഒരിക്കലും അങ്ങനെ പോകാൻ പാടുണ്ടോ? പുഷ്പ 2 കാണാൻ എനിക്ക് തോന്നുന്നു പുഷ്പ 2ൻ്റെ ഹീറോനേക്കാളും വലുതാണ് ആ മരിച്ച സ്ത്രീയും ആ കുട്ടിയും അല്ലേ. 100%. അവരാണ് യഥാർത്ഥ സൂപ്പർ സ്റ്റാർ. പക്ഷെ അവർ സ്വയം സൂപ്പർ സ്റ്റാർ ആവാതെ തിക്കും തിരക്കിലും പോകുന്നത് നമ്മുടെ മിസ്റ്റേക്കാണ്. ഏത് പുതിയ ഫിലിം കണ്ടാലും നമ്മൾ ഓടിക്കയറി പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ റിവ്യൂ ഒക്കെ അറിഞ്ഞിട്ട് നമ്മളെ ടൈം അതിന് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടതാണോ എന്നുള്ളതാണ്. ലോകത്തെ ഏറ്റവും മൂല്യമുള്ള സാധനം എന്താണ്? ന്യൂ ഇയർ അല്ലേ വരാൻ പോകുന്നത്. ടൈം. നീ നിന്റെ ടൈമിന് എത്ര വാല്യൂ കൊടുക്കുന്നത്? നിന്റെ ടൈമിന് എന്നാലും പറ, ഒരു മിനിറ്റിന് എത്ര വാല്യൂ കൊടുക്കുന്നു? നമ്മൾ ടൈമിനൊരു വാല്യൂ കൊടുക്കണം. എന്നാലും നമുക്ക് ടൈം വല്ലാണ്ട് മിസ്യൂസ് ചെയ്യൂല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും നന്നായിട്ട് പഠിക്കാൻ സമയം ഉപയോഗിക്കാറുണ്ട്. എനിക്ക് ഒരുപാട് ഹോസ്പിറ്റലിൽ നിന്ന് മറ്റു ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ യാത്ര ഉണ്ടാവും. അപ്പോൾ എനിക്ക് അവിടെ നാട്ടിലൊരു ഹോസ്പിറ്റലിൽ ഒരു 10 മിനിറ്റ് ഡ്യൂട്ടിക്ക് പോകാണ്ടായിരുന്നു, സർക്കംസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ പോയി തിരിച്ച് വരുമ്പോൾ അപ്പോൾ ഞാൻ അങ്ങോട്ട് ഒരു സർക്കം ചെയ്യാൻ വേണ്ടി ഞാൻ കോഴിക്കോട് വരെ പോയത്. സാമ്പത്തികമായിട്ട് എനിക്ക് വലിയ നഷ്ടമാണത്. ഒന്നിനു വേണ്ടി ഞാൻ അവിടെ പോകാൻ തന്നാൽ പിന്നെ നമ്മൾ കൊടുത്തൊരു വാക്കാണല്ലോ, തെറ്റിക്കാൻ പാടില്ലല്ലോ. കാരണം വീട്ടിലൊരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ടാവും. അപ്പം എന്നാലും ഞാൻ പോയി. ആ പോയ സമയം ഞാൻ എങ്ങനെ യൂട്ടിലൈസ് ചെയ്തതെന്നറിയോ? ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴും അവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോഴും ന്യൂ ഇയറിൻ്റെ മുമ്പായിട്ട് 50ാമത്തെ ഓൺലൈൻ കോഴ്സ് തീർക്കണം എന്നുള്ളൊരു വാശിയിലാണ് ഞാൻ. 50ാമത്തെ ഓൺലൈൻ കോഴ്സ് യുഡെമിയിൽ
അപ്പോൾ എന്ത് ചെയ്തു, ഇതിൻ്റെ കണ്ടൻസ് അങ്ങോട്ട് പോകുമ്പോഴും പഠിച്ചു, ഇങ്ങോട്ട് വരുമ്പോഴും പഠിച്ചു. ഇന്ന് പഠിച്ചത് മൈൻഡ്ഫുൾനെസ് എക്സസൈസ് ആണ്. ഇതിലേതായാലും പറയാനുള്ളത് നമുക്കൊന്ന്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സ്ട്രെസ്സ് വരുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയാനുള്ളത് ഇപ്പം തന്നെ പറയാം. മൈൻഡ്ഫുൾനെസ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യാമെന്ന് പറയും. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈൻഡ് ഫുള്ളാകാന്ന എന്താണ്? മൈൻഡ് കാമാകുന്നല്ല. നമ്മൾ കാമാകുക ഒന്നും വേണ്ട. മൈൻഡ് വയലൻ്റ് ആണെങ്കിലും അത് എന്താണെങ്കിലും നമ്മൾ ഈ നിമിഷത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ നിമിഷത്തിലേക്ക്. ഓക്കെ, എപ്പോൾ ഈ നിമിഷത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ കൊണ്ടുപോകുക. 5 കാണാൻ പറ്റുന്ന കാര്യങ്ങളൊന്ന് പറ. ക്യാമറ, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഈ 5 കാണാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് പോയി. ഇനി 4 കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകും. വെരി ഗുഡ്. കേൾക്കുന്നുണ്ട്. പിന്നെ നിങ്ങളൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ചീവീടിൻ്റെ സൗണ്ട് കേൾക്കുന്നു. ഇനി 3 സ്പർശിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറ. സ്പർശിച്ചറിയാൻ പറ്റുന്ന, ടച്ച് ചെയ്തിട്ട് അറിയാൻ പറ്റുന്ന. ഓക്കെ, ഇനി 2 മണത്തറിയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി 1 രുചിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇന്നലത്തെ ബിരിയാണിൻ്റെ സ്മെല്ല് ഇപ്പോഴുണ്ടോ? അല്ല, രുചിയുണ്ടോ? അല്ലേ? ഓക്കെ, അപ്പം അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കാര്യത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ നിമിഷത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ ഇന്നത്തെ കൗമാരക്കാരുടെ ഇടയിൽ കാണുന്ന ഏറ്റവും വലിയ ലഹരി വസ്തു എന്താ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? MDMAയും മെത്തും. ഇതുകൊണ്ട് എന്തൊക്കെ സൈഡ് എഫക്റ്റുകളാണുള്ളത്? ഇതുകൊണ്ട് പെട്ടപ്പോൾ MDMA അടിച്ചൊരു ഒരു കുട്ടി ഒരിക്കൽ എൻ്റെ അടുത്ത് വന്നു. ഓൻ വരും തന്നെ വെള്ളം താ എന്ന് പറഞ്ഞു. വെള്ളം താ. ഡീഹൈഡ്രേഷൻ, വെരി ഗുഡ്. നിർജ്ജലീകരണം വരും. പിന്നെ എന്താ പറയുക, യൂഫോറിയ എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ഉണ്ടാക്കും. ഇവരെ വിചാരം എന്താ, എന്തോ ഒരു മാസ്മരികല്ലോ. ഇത് AI-ൻ്റെ സഹായത്തോടെ തന്നെ ഉണ്ടാക്കിയൊരു ചിത്രം. യൂഫോറിയ എന്ന് പറയും. എന്തോ ഒരു മാസ്മരിക ലോകത്തെത്തുക എന്ന് പറയും. ഇത് കണ്ടില്ലേ? കണ്ടോ? ഇങ്ങനത്തെ ഒരു സ്റ്റേജ് കണ്ടോ? എന്തോ ഒരു വലിയ വലിയ അത്ഭുത ലോകത്തെത്തിയൊരു പ്രതീതി. ഇങ്ങനത്തെ ഒരു അവസ്ഥ നമ്മളെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. എന്താണ് ചെയ്യുന്നത്? നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് സെറട്ടോണിൻ എന്ന് പറഞ്ഞ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുക ചെയ്യുന്ന സമയത്ത്. പക്ഷെ ഇതുകൊണ്ട് ലോങ് ടേം ആയിട്ട് എന്താ എഫക്റ്റ് ഉണ്ടാവുക? എനിക്കറിയാം, MDMA അടിച്ച അവസാനം ഒരുപാട് രക്ഷിതാക്കൾ അങ്ങനെ ഒരു കുട്ടി ഞങ്ങൾക്ക് ഇല്ല എന്ന് പറയേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. വീട്ടിൽ ഏതെങ്കിലും ഒരാളെ കല്യാണം നടക്കുമ്പം ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ, ആ കുട്ടി ഇല്ല എന്ന് പറയേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ഇത് സംഭവിക്കൂല ആർക്ക്? അവനവനോട് സ്നേഹമുള്ള ഒരാൾക്ക് സംഭവിക്കുമോ? അവനവനോട് പ്രണയമുള്ള ഒരാൾക്ക് സംഭവിക്കുമോ? ഇല്ല അല്ലേ? അപ്പം അതാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് അല്ലേ? അത് താൽക്കാലികമായിട്ടുള്ള ഒരു ടെമ്പററി എനർജി ബൂസ്റ്റ് ഉണ്ടാക്കും. ഈ സെറട്ടോണിൻ ഉൽപ്പാദിപ്പിക്കാൻ മറ്റെന്തെങ്കിലും വഴികളുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? നല്ല മൂവിയുണ്ട്, ചിരിക്കുന്ന മൂവിയുണ്ട്. ഓക്കെ, പിന്നെന്താ ഉള്ളത്? ഒന്ന് ചിരിക്കാം. നമുക്ക് വേണമെങ്കിൽ ഇന്നിപ്പോൾ ഒരു ലാഫ്റ്റർ യോഗൻ്റെ ഒരു ടെക്നിക്ക് കാണിച്ചു തരാം. മിൽക്ക് ഷെയ്ക്ക് ലാഫ്റ്റർ യോഗ. ഓക്കെ, മിൽക്ക് ഷെയ്ക്ക് ലാഫ്റ്റർ യോഗ. 2 കയ്യിൽ 2 ഗ്ലാസ് ഇങ്ങനെ എടുക്കുക നിങ്ങളെ കയ്യിൽ. അപ്പോൾ നമ്മൾ ഇതിൽ മിൽക്ക് ഷെയ്ക്ക് ഇങ്ങനെ അടിച്ചിങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ ആക്കുമല്ലോ. ഓക്കെ, എന്നിട്ട് നമ്മൾ ചിരിച്ചുകൊണ്ട് കുടിക്കുക ചെയ്യുക. ഓക്കെ ഓക്കെ, യോ യോ ഇങ്ങനെ കുടിക്കുക. ഓക്കെ, റെഡി? എന്നാ ഗ്ലാസ് അടിക്ക്, 2 ഗ്ലാസ് കയ്യിലടി. യോ യോ എന്ന് വെച്ച ഉണ്ടാക്കണോ? വെച്ചാ എന്നാ വെച്ചാ കാണിച്ചോ? യോ യോ ഒന്നുകൂടി, യോ യോ. ഇപ്പൊ നിങ്ങൾ സെറട്ടോണിൻ ഉൽപ്പാദിച്ചോ അല്ലേ? ഒരു MDMA ഉപയോഗിച്ചാൽ കിട്ടുന്നേക്കാളും 10 ഇരട്ടി സെറട്ടോണിൻ ഇതുകൊണ്ടുണ്ടാവും അല്ലേ? പിന്നെ നിങ്ങളൊന്ന് നല്ല അന്തരീക്ഷം അല്ലേ, നല്ല ഈ പ്രകൃതി ആസ്വദിക്കുമ്പോൾ സെറട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുമല്ലേ? ഉൽപ്പാദിപ്പിക്കും അല്ലേ? നമ്മൾക്ക് എന്തിനു വേണം പിന്നെ നമുക്ക് നമ്മൾ ആരോഗ്യം നശിപ്പിക്കുന്ന ഒരു സെറട്ടോണിൻ ഉൽപ്പാദിപ്പിക്കാനല്ലേ? നമ്മളെ മുമ്പിൽ മറ്റൊരുപാട് സോഴ്സുകളുണ്ട്. പിന്നെ എന്തിനാണ് നമ്മളത് ചെയ്യുന്നത്? ഇതാണ് മെത്തടിച്ച ഒരു മനുഷ്യന്റെ അവസ്ഥ. ഇതും AI-ന്റെ സഹായത്തോടെ തന്നെ ചെയ്തതാ. കണ്ടില്ലേ?
കുറേ എന്തൊക്കെയോ സംഭവങ്ങളായിട്ട് ഇങ്ങനെ തോന്നുക എന്ന് പറയും. പാരനോയ എന്നാ പറയാ, പരനോയ. പല വ്യക്തികളും പലതും സംസാരിക്കുക, എന്തൊക്കെയോ ഒരു പ്രത്യേക ഒരു അവസ്ഥ. ഇതാണ് ഉണ്ടാവുക ഈ മെത്ത് എന്ന് പറഞ്ഞ സാധനം അടിച്ചു കഴിഞ്ഞാൽ. മെത്താംഫെറ്റമീൻ എന്ന് പറയും. അതൊരു ഡ്രഗാണ്. അത് ഇപ്പോഴത്തെ പിള്ളേർ വല്ലാണ്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ വരും ഇഷ്ടംപോലെ ആൾക്കാർ. ഇങ്ങനെ വരും എന്ന് പറഞ്ഞാൽ അവർക്ക് തോന്നുകയാണ് അവരെ. ഇത് ഒരു മനോരോഗിക്ക് ഒരു ഭ്രാന്ത് പിടിച്ചൊരു ഹലൂസിനേഷൻ എന്ന് പറയും. ഈ ഹലൂസിനേഷൻ ഉണ്ടാവുക ചെയ്യതില്. കണ്ടോ? അയ്യോ പോയോ? എന്താ അതാ കണ്ടോ? ഇതാ കണ്ടില്ലേ? കുറേ ആള് സംസാരിക്കുക, കാണുക. ഇതാ കണ്ടില്ലേ? ഇങ്ങനെ കാണുകയാണ്, തോന്നുകയാണ്. അതിൽ കുറേ ആൾക്കാർ സംസാരിക്കുക, കുറേ ആൾക്കാർ ഇതാ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുക. അതല്ല, അത് ഞാൻ പറഞ്ഞുതരാം. പാരനോയ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് ആൾക്കാർ പലതും സംസാരിക്കുക, ഒരുപാട് ആൾക്കാരെ പുറത്ത് ഇങ്ങനെ കാണുക, ഇതൊക്കെ ഒരു തോന്നലുകളായിരിക്കും. ഈ ഹലൂസിനേഷൻ എന്ന് പറയും. അതൊക്കെ ശരിക്കും ഒരു മനോരോഗിക്ക് ഉണ്ടാകുന്ന ആ എഫക്റ്റാണ് ഇതുകൊണ്ടുണ്ടാവുക എന്നുള്ളത്. പിന്നെ ഈ മെത്തടിച്ച ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു എഫക്റ്റാണ് ഇതാ കണ്ടോ, മെത്ത് മൗത്ത് എന്ന് പറയും. ഇങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും. ഉൾപ്പല്ലല്ല, ഇതാ കണ്ടോ, ഇങ്ങനത്തെ എഫക്റ്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾ എന്തൊക്കെയാണ്? പെട്ടെന്ന് വയസ്സനാവാൻ വേറെ എട്ടും പോണ്ട, പെട്ടെന്ന് വയസ്സാവും. പിന്നെ ഹൃദ്രോഗങ്ങൾ വരും, കാർഡിയോ മയോപ്പതി എന്നൊക്കെ പറയും. അതുപോലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ അതുകൊണ്ട് വരും. അപ്പൊ നിങ്ങൾ ഈ മയക്കുമരുന്നിനെതിരെ ശബ്ദിക്കാൻ റെഡിയാണോ? ഓക്കെ. കാരണം ഇത്രയും വലിയ അപകടം നിങ്ങളുടെ ഏജ് ഗ്രൂപ്പിൽ ഉണ്ടാക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഡിയല്ലേ? അതായിരിക്കണം നിങ്ങൾ ഈ ക്യാമ്പിൽ എടുക്കേണ്ട നിങ്ങൾ ഏറ്റവും വലിയൊരു തീരുമാനം അല്ലേ? ജീവിതത്തിൽ നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? ഇത്തരം അഡിക്ഷൻ ഇല്ലാതാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നോ പറയാൻ പഠിക്കണം അല്ലേ? നോ നോ, ഉറക്കം നോ എന്ന് പറയാം. നോ നോ, ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. നിങ്ങളൊരാൾ പെട്ടെന്നായിരിക്കും ഒരു ടെംപ്റ്റേഷൻ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് മറ്റൊരാൾ വിളിക്കുമ്പോഴേക്ക് നിങ്ങൾ നോ പറഞ്ഞില്ല, എന്തായിരിക്കും അവസ്ഥ? ഇപ്പോൾ പരീക്ഷാ തലേന്ന് നിങ്ങളോടൊരു ഫ്രണ്ട് പറയാം സിനിമ കാണാൻ പോകാം, എന്തായിരിക്കും? അപ്പം നോ പറഞ്ഞില്ല, എന്തായിരിക്കും അവസ്ഥ? എക്സാം കൊള്ളാവൂലേ? അതുപോലെ ഈ നോ എന്ന് പറയാൻ നമ്മൾ എപ്പോഴും പഠിക്കണം. അല്ലെങ്കിൽ എന്താവും? നമുക്ക് അഡിക്ഷൻ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് ആരോഗ്യപരമായിട്ടുള്ള നമുക്ക് സെറട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. നമുക്ക് നിങ്ങളൊക്കെ ഡാൻസ് ചെയ്യുന്നുണ്ട് ആരോ? എന്നാ ഒരാൾ ഡാൻസ് ചെയ്യും. കമോൺ. ഇനി കുറച്ച് വല്ലാത്തൊരു അഡിക്ഷനാണ്. ഇനി ഇവിടെയാണ് നിങ്ങൾ കൊടുക്കാൻ പോണത്. വെരി ഗുഡ്. ഈ മൊബൈൽ അഡിക്ഷൻ്റെ ഒരു പ്രശ്നം എന്താ? നമുക്ക് ഈ ഡ്രഗ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ടാക്കുമല്ലേ? ഉണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് പെട്ടെന്നൊരു ഡോപ്പമിൻ, നമുക്കൊരു ഈ അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഹോർമോണിൻ്റെ പേരെന്താണ്? ഡോപ്പമിൻ അല്ലേ? പെട്ടെന്ന് നമുക്കൊരു ഇമ്പൾസീവായിട്ട് ഒരു ഡോപ്പമിൻ ഉണ്ടാക്കും. നമുക്ക് ഇപ്പോൾ നിങ്ങൾക്കൊരു പോസ്റ്റ് ഇട്ടു, നിങ്ങൾക്ക് അതിനൊരു കമൻറ്റ് കിട്ടിയില്ല, ടെൻഷൻ ഉണ്ടാകുന്നുണ്ടോ? അപ്പോൾ നിങ്ങളാരും വല്ലാണ്ട് അഡിക്റ്റഡ് അല്ല അല്ലേ? ഈ ഒരു സോഷ്യൽ മീഡിയനെ നിങ്ങളെ വരുതി കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റാറുണ്ടോ അല്ലേ? ഇപ്പം അടുത്തൊരു പെൺകുട്ടി IAS കിട്ടി, വെറും യൂട്യൂബ് നോക്കിയിട്ടാണ്. നിങ്ങൾക്ക് വേണ്ട നല്ലതിനും ഉപയോഗിക്കുക, അതിനെ ചീത്തതിനും ഉപയോഗിക്കുക അല്ലേ? ചീത്തതും നിങ്ങൾക്ക് നല്ലതായി തോന്നും. നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്ന ഒരാളെ എപ്പോഴും ഇങ്ങനെ നോക്കേണ്ട കാര്യമുണ്ടോ? അത് ടൈം ബൗണ്ടായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്താവും? നമ്മൾ ഇതിനും അഡിക്റ്റായി പോവും അല്ലേ? അപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന നമ്മുടെ ശാരീരിക ആരോഗ്യത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ്? ഇവിടെ ഞാൻ അധികം പറയേണ്ടതില്ല, നിങ്ങൾ എന്നെ അങ്ങോട്ട് പറഞ്ഞു തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് അതിനൊരു ക്ലാപ്പ് തരികയാണ്. ഞാൻ വളരെ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചിട്ടേ ഉള്ളൂ, നിങ്ങൾ കറക്റ്റ് ഉത്തരങ്ങൾ. വെരി ഗുഡ്, വെരി ഗുഡ്. ക്ലാപ്പ് കൊടുക്കുക. വെരി ഗുഡ്, വെരി ഗുഡ്.
ആങ്സൈറ്റി കൂടും. കാരണം നമുക്ക് എന്താണ് അടുത്ത പോസ്റ്റിൽ വരാൻ പോകുന്നത്, എന്താ പോകുന്നത് എന്നുള്ളൊരു ആങ്സൈറ്റി ഉണ്ടാവും അല്ലേ? ഹെഡ് ഏക്ക്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ ഉറക്കോ കുറയും. എന്താ കാരണം? ബ്ലൂ സ്ക്രീൻ അല്ലേ? നിങ്ങളെ ഗ്ലാമറിന് അത് ബാധിക്കുമല്ലേ? ബാധിക്കും. എന്താ കാരണം? ഏത് ഹോർമോണിൻ്റെ പ്രൊഡക്ഷനാണ് കുറയാ? മെലറ്റോണിൻ അല്ലേ? അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒക്കെ ഒരു പ്രശ്നങ്ങൾ വരും അല്ലേ? ഇന്ന് കണ്ണിൽ ഇന്നുള്ള മറ്റൊരു ജീവിതശൈലി രോഗം എന്താണെന്നറിയോ? ഇത് കണ്ണ് ഡ്രൈ ആയി പോവാന്നുള്ള. കണ്ണ് ഡ്രൈ ആയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഒരു ബ്ലറിങ് വരും അല്ലേ? അതെന്താ മെയിൻ കാരണം? എന്താ? നമ്മൾ മൊബൈൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മൊബൈൽ ഫോൺ കൂടുതൽ എടുക്കുന്ന ആൾക്കാർ, കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വീട്ടുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കാൻ ഒരു ടെക്നിക്ക് കാണിച്ചു തരാം. എല്ലാവരും നേരെ നിൽക്കുക. അപ്പോൾ നിങ്ങളിങ്ങനെ മൊബൈൽ നോക്കിയിരിക്കുകയാണ്. 20 മിനിറ്റ് കഴിയുമ്പോൾ 20 മിനിറ്റ് ദൂരത്തേക്ക്, അല്ല 20 മീറ്റർ ദൂരത്തേക്ക് 20 സെക്കൻഡ് നേരം നോക്കുക. എന്താണ് ടെക്നിക്കിൻ്റെ പേര്? 20-20-20 റൂൾ. ഉറക്കെ പറ. ഓരോ 20 മിനിറ്റിലും എന്ത് ചെയ്യണം? 20 മീറ്റർ ദൂരത്തേക്ക് ഒന്ന് കണ്ണിൻ്റെ ആംഗിൾ വാങ്ങിയിട്ട് നോക്കാം. മനസ്സിലായില്ലേ? ഓക്കെ. പിന്നെ മൊബൈൽ യൂസ് ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്നൊരു പ്രശ്നം എന്താണ്? നമ്മുടെ പോസ്ചറിനെ എങ്ങനെ ബാധിക്കുക? നമ്മളിങ്ങനെ നോക്കിക്കല്ലേ, ഇത് വളഞ്ഞു പോകും അല്ലേ? അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ വേറൊരു പ്രശ്നം എന്താണ്? നിങ്ങളിപ്പോൾ വൈകുന്നേരം പോയി മൊബൈൽ രാവിലെ സ്കൂളിൽ മൊത്തം ഇരുന്ന് വൈകുന്നേരം പോയി മൊബൈലിലൂടെ പോയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തിനുള്ള സമയം നഷ്ടപ്പെടുക? പഠിക്കുന്നതിന് മുമ്പ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. വെരി ഗുഡ്. ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലേ? 1 മണിക്കൂറെങ്കിലും നമ്മൾ കളിക്കണം എന്നാണ് പറയുന്നത്. ഈ കളിക്ക് വരെ മൊബൈൽ ഗെയിമും കളിച്ചിരുന്നത് എന്താ കിട്ടുക? മൊബൈൽ ഗെയിം കുറച്ച് സമയം കളിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് നല്ലൊരു ബ്രെയിൻ സ്റ്റിമുലൻ്റ് ആണ്. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ കഴിക്കാം. അത് പ്രശ്നമുള്ള കാര്യമല്ല ഒരു ഹോളിഡേയ്സിലൊക്കെ അല്ലേ? പക്ഷെ അങ്ങനെ അതിന് അഡിക്റ്റ് ആവരുതെന്നേ ഉള്ളൂ. ഇത് ഉറക്കത്തിനെ ബാധിക്കുമല്ലേ? പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾ പറഞ്ഞത് തന്നെയാണ്. ആങ്സൈറ്റി, അഡിക്റ്റീവ് ബിഹേവിയർ ഉണ്ടാവും അല്ലേ? നമ്മളെ ചിന്താശേഷിനെ ഇത് ബാധിക്കുമോ? പിന്നെ വേറൊരു പ്രശ്നം ഡിപ്രഷൻ. വെരി ഗുഡ്. ആരാ പറഞ്ഞ്? ഒരു ക്ലാപ്പ് കൊടുക്കി. സോഷ്യലി ഐസൊലേറ്റഡ് ആയി പോകും അല്ലേ? നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ടൈം ലിമിറ്റ് വെക്കണം. ഇതിനൊക്കെ എല്ലാത്തിൻ്റെയും മേലെ നമ്മളെ ഭരണം ഉണ്ടാവണം അല്ലേ? ടെക്നോളജി നമ്മളെ ഭരിക്കാൻ പാടില്ല അല്ലേ? ഉണ്ടോ? ഇല്ല. നമ്മൾ ടെക്നോളജി നമുക്ക് വേണ്ടി യൂസ് ചെയ്യണം. എൻ്റെ അടുത്ത് ഒരുപാട് ടെക്നോളജി കാണാം. നിങ്ങൾക്ക് ഉണ്ടോ? ചിലപ്പോൾ ഒരു പ്രൊഫഷണൽ വീഡിയോ എടുക്കുന്ന ആളെടുത്തില്ലേക്കാൾ ഈ ടെക്നോളജിയിലൊന്നും എൻ്റെ ഒരു ഫോണിലും ഒരു ഗെയിം പോലും ഇല്ല. കാരണം എനിക്ക് അതിനോട് ഉപകാരമില്ല. എനിക്കിതാ ഈ നോട്ട് സീരീസ് ഇതൊക്കെ കണ്ടോ, പെന്നുള്ളതാണ് എടുക്കുന്നത്. എന്തിനു വേണ്ടിയാ? എന്തിനാണ്? ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ AI എന്ന് പറഞ്ഞ സംഭവം ഉപയോഗിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഫോണിൽ ഇന്നിപ്പോൾ ടെക്നോളജി അപ്പോൾ എനിക്കിപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരണമെന്ന് വെച്ചാൽ ഇത് ഒരു വര അടിച്ചാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. പോയോ? ഇതവിടെ ഈ ടെക്നോളജി നമ്മളെ വെൽബീയിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക എപ്പോഴും. ഇതവിടെ ഇങ്ങനെ അമർത്തി ഇത് കണ്ടോ, ഇവിടെ ഒരു ലൈൻ അടിക്കുമ്പോൾ നോക്കിയതാ ഇതിനെക്കുറിച്ചുള്ള മൊത്തം വീഡിയോസ് ഇതൊക്കെ വന്നു. നിങ്ങളൊരു ബുക്കൊക്കെ വായിച്ച് റെഫർ ചെയ്യാൻ എന്ത് എളുപ്പമാണ് നോക്കുക. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങോട്ട് അമർത്തി ഇതാക്കിയപ്പോഴേക്ക് ഇതാണ്ടോ ഇതിവിടെ എങ്ങനെ അമർത്തി. ഇനി ഇവിടെ എങ്ങനെ ഇതാക്കുമ്പോൾ നോക്കുതാ ഈ ലൈൻ അടിച്ചു, അതിൻ്റെ ഡീറ്റെയിൽസ് വന്നു. ഇതാ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടെക്നോളജി നമുക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തണം എപ്പോഴും. ട്വൻ്റി
പിന്നെ ഉണ്ടാവുന്ന മറ്റൊരു ജീവിതശൈലി പ്രശ്നം എന്താണ്? മാനസിക സമ്മർദ്ദങ്ങളില്ലേ. ഇത് എത്ര മണി വരെയാണ് ഇതിൻ്റെ? 8 മണിയില്ലേ? ഓക്കെ, 8 മണി വരെ ടീച്ചറെ? 8:15. ഓക്കെ. നമുക്ക് ആ സമയം കൊണ്ട് തീർക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മാനസിക സമ്മർദ്ദങ്ങൾ. നിങ്ങൾ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യങ്ങളാണോ? ഒരിക്കലുമല്ല. നിങ്ങൾ ജീവിതത്തിലൊരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അതിന് സമ്മർദ്ദങ്ങൾ എടുക്കണമെന്നുണ്ടോ? ഉണ്ടോ? അല്ലേ? ഇല്ല. ഒരിക്കലും ചിലപ്പോൾ നമുക്ക് പലപ്പോഴും നമുക്ക് സമ്മർദ്ദങ്ങൾ വരുന്നത് ആ എവൻ്റ് ഉണ്ടാകുന്ന സമയത്തായിരിക്കില്ല, അതിനെക്കുറിച്ച് നമ്മൾ അറിയുന്ന സമയത്തായിരിക്കും. അല്ലേ? പലപ്പോഴും അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഒരാൾ മരിച്ചത് നമ്മൾ 15 ദിവസം കഴിഞ്ഞിട്ടാണ് അറിയുന്നെങ്കിൽ ആ മരിച്ച നിമിഷത്തിൽ ആ സമ്മർദ്ദം ഉണ്ടാകും. അയാൾ അടിച്ചു പൊളിച്ച് നടക്കുകയായിരിക്കും. ഈ അറിയുന്ന ദിവസമായിരിക്കും ആ ടെൻഷൻ വരുന്നത്. അല്ലേ? അപ്പോൾ ഇപ്പോൾ നമ്മളെ കുടുംബത്തിലൊരാൾ മരിച്ചു. ആ മരിച്ച സമയത്ത് നമുക്ക് സ്ട്രെസ് ഉണ്ടാവും. ഈ സ്ട്രെസ് കാലാകാലം കൊണ്ടെടുക്കാൻ പാടുണ്ടോ? സ്ട്രെസ് കാലാകാലം ഇപ്പോൾ ഒരു വീട്ടിലൊരാൾ മരിച്ചു, നമ്മൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ പണ്ട് മരിച്ചുപോയി. ആ മരിച്ച ഒരാളെ നമ്മൾ ജീവനോടെ ചിന്തിക്കുന്ന സമയത്ത് നമ്മളെ തലച്ചോറ് എന്താ വിചാരിക്കുന്നത്? തലച്ചോറ് എന്ത് ചിത്രമാണ് കാണുന്നത്? ജീവിച്ചിരിക്കേണ്ടതെന്നാണ് കാണുക. അതേ ചിത്രം തന്നെയാണ് അവർ ജീവിച്ചിരിപ്പോഴും കണ്ടത്. അല്ലേ? ജീവിച്ചിരുന്നപ്പോഴും അതേ ചിത്രമാണ് കണ്ടത്. അപ്പോൾ നമ്മളൊരു മരിച്ച ആളെ മരിച്ചത് ചിന്തിക്കുമ്പോൾ അല്ലേ നമ്മളവരോട് ക്രൂരത ചെയ്യുന്നു? അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അത് നമ്മുടെ തലച്ചോറിൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നതിനാണ് നമ്മളെ സ്ട്രെസ്സ് തുടങ്ങുന്നത്. അല്ലേ? ഇതിനെ നമുക്ക് ഏത് രീതിയിലും മാനേജ് ചെയ്യാൻ പറ്റും. നമ്മൾ എപ്പോഴും പഠിക്കേണ്ട ഒരു കാര്യം തോട്ട് മാനേജ്മെൻറ്റാണ്. നിങ്ങൾ പരീക്ഷയെക്കുറിച്ച് ഇങ്ങനെ വല്ലാണ്ട് വേവലാതിപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ പെർഫോമൻസ് കുറയാണ് ചെയ്യുക. അതേസമയം നിങ്ങൾ വളരെ സന്തോഷത്തോടെ കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് കുറച്ച് നേരം പുറത്തുകൂടെ നടന്ന്, നമുക്കറിയാം പലതരം ബുദ്ധിയുണ്ട്. പലതരം ബുദ്ധിയുണ്ട്. എത്ര തരം ബുദ്ധി ഉണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്? 7 തരം ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. 7ലും അപ്പുറം ബുദ്ധിയുണ്ട് ഇപ്പോൾ. ഞാൻ 7 എന്ന് പറയുമ്പോൾ അതിലേറെ ബുദ്ധി ഇപ്പം ഉണ്ട്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മറ്റേതൊക്കെ അല്ലേ, അതുകൂടി ഇതിൽ പെടുത്തണം നമ്മളിപ്പോൾ. ഇപ്പോൾ മ്യൂസിക്കൽ ഇൻ്റലിജൻസ് എങ്ങനെയാണ്? ചില ആൾക്കാർക്ക് പാട്ട് കേട്ട് പഠിച്ചാൽ നന്നായി കയറും. പാട്ട് കേട്ട് പഠിക്കാൻ ആർക്കും അങ്ങനത്തെ ബുദ്ധിയുള്ള ആരാളുള്ളത്? പാട്ട് കേട്ട് പഠിക്കാൻ ഇഷ്ടമാണ്? ഓക്കെ, വെരി ഗുഡ്. അതും മ്യൂസിക്കൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമാണ്. നിനക്ക് പാട്ട് രൂപത്തിൽ പാഠഭാഗങ്ങൾ പഠിച്ചാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ പഠിക്കാം. പാട്ട് രൂപത്തിൽ ഇപ്പോൾ ഒരു മാഷുണ്ടല്ലോ ഇങ്ങനെ കാണുന്ന ഇടയ്ക്കിടയ്ക്ക്. അല്ലേ? കുട്ടികളൊക്കെ ഇങ്ങനെ ഓരോ വള്ളിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പാട്ട് പാടി പഠിപ്പിക്കുന്നത് അല്ലേ ടീച്ചറെ? ടീച്ചർമാർക്ക് അറിയണ്ടാവും. അതെ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കും. പിന്നെ ഫിസിക്കൽ ഇൻ്റലിജൻസ് എങ്ങനെ? നടന്നുകൊണ്ട് പഠിക്കാം. ഇപ്പം മോട്ടിവേഷൻ ട്രെയിനർമാരെ കണ്ടില്ലേ? ഇങ്ങോട്ടോടി അങ്ങോട്ടോടി യു ക്യാൻ വിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നത് അല്ലേ? ഇപ്പോൾ ഏതൊരാളുണ്ടല്ലോ അങ്ങനെ മുടിയൊക്കെ നീട്ടിയിട്ടുള്ള അഭിഷാഖ്. അപ്പോൾ ഓക്കെ, അങ്ങനെയൊക്കെയുള്ള ഓരോരുത്തർ കാണുമ്പോൾ അവർ പ്രത്യേക ഒരു എനർജി അല്ലേ? അപ്പം അങ്ങനെയൊക്കെ ചെയ്യാമോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യലി ചിരിക്കുമ്പോൾ ഒറിജിനലായിട്ട് ചിരിക്കുമ്പോഴും നമ്മുടെ തലച്ചോറ് തിരിച്ചറിയും അത് ശരിക്കുള്ള ചിരിക്കുകയാണെന്നുള്ളത്. നിങ്ങൾ വെറുതെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാനോ ഇങ്ങനെ പിടിച്ചെടുക്കുന്നത് കൈ പിടിച്ചിരുന്നു വേണം അത് വെറുതെ തന്നെ വെള്ളം ഇങ്ങനെ ഇരിക്കുന്നതാ ഇങ്ങനെ വെക്കാം. ഇങ്ങനെ വിടർത്തി വെച്ച് ഇങ്ങനെ ചുണ്ടിൽ. അപ്പൊ നിങ്ങളുടെ തലച്ചോറെന്താ വിചാരിക്കുന്നത് അറിയാം? നിങ്ങൾ ചിരിക്കുകയാണ്, നിങ്ങൾ ഹാപ്പിയാണെന്ന്. കാരണം അറിയാതെ നിങ്ങളുടെ ചിരിയുടെ പ്രക്രിയകളാണ് ആക്ടിവേറ്റ് ആവുന്നത്. അപ്പൊ നിങ്ങൾക്ക് വല്ലാതെ ടെൻഷൻ വരികയാണെങ്കിൽ നിങ്ങൾ അറിയണം, പഠിക്കാനൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ വെറുതെ പോയിട്ടില്ല കണ്ണാടിന് മുമ്പ് പോയിട്ട് വെറുതെ എന്ത് ചെയ്യാം, ഒരു പെൻസിൽ എടുത്തിങ്ങനെ വെച്ചാൽ നിങ്ങൾ തലച്ചോറ് ഇവിടുത്തെ ചിരിപ്പിക്കുന്ന മസിലുകൾ യുണീക് മസിൽസ് ഇത് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ തലച്ചോറ് വിചാരിക്കാൻ നിങ്ങൾ ഹാപ്പിയാണ്. അപ്പൊ നമുക്ക് അത്ര എളുപ്പത്തിൽ ഹാപ്പി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് കുറച്ച് ഹാപ്പിനെസ് ടെക്നിക്സ് രാത്രിയോട് മൈൻഡ്ഫുൾനെസ് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ ദീർഘശ്വാസം ഉള്ളോണ്ട് എടുക്കുന്നു, എന്നിട്ട് പതിയെ ചിരിച്ചോണ്ട് ശ്വാസം പുറത്തോട്ട് വിടുക. ഉള്ളോട്ടടിക്കും ശ്വാസം ഉള്ളോട്ട് എടുത്തിട്ട് പുറത്തോട്ട് വിടുക, വിട്ടോട്ട് വിടുക. ഇവിടെ വന്ന് രണ്ടാള് കാണിക്കും, വരും രണ്ടാള് വന്നിട്ട് കാണിക്കും.
ആരാ വരുന്നത്? സൗണ്ടൊക്കെ പോയിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതൊരു ടെക്നിക്കാണ്. ഓക്കെ, മിൽക്ക് ഷേക്ക് നമ്മൾ കാണിച്ചല്ലോ. ഇനി നമുക്ക് ലയൺ ലാഫ്റ്റർ കാണിക്കാം. വല്ലാണ്ട് ഇങ്ങനത്തെ ഒരാളോട് ദേഷ്യം വരികയാണെങ്കിൽ ഈ ദേഷ്യം പിടിച്ച് നമുക്ക് തിരിച്ചങ്ങോട്ട് ദേഷ്യം പിടിച്ചാൽ എന്താ പ്രശ്നം? തിരിച്ചങ്ങോട്ട് പ്രശ്നം എന്താ പ്രശ്നം? നമ്മളുടെ അഡ്രിനലിൻ എന്ന ഹോർമോൺ ഉത്പാദിപ്പിക്കും, കോർട്ടിസോൾ എന്ന അപകടം വെച്ച ഹോർമോൺ ഉത്പാദിപ്പിക്കും. നമ്മുടെ രോഗപ്രതിരോധ ശക്തി തടയും, തകർന്നു പോകും. നിങ്ങളിപ്പോ രക്ഷിതാക്കളോടൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾ അവർ സോൾവ് ചെയ്യാതിരിക്കുമ്പോൾ ദേഷ്യം വന്നാൽ എന്താ സംഭവിക്കാം? നമ്മൾ ഈ ഹോർമോൺസ് ഒക്കെ ഉത്പാദിപ്പിക്കും. നമ്മുടെ പ്രതിരോധ ശക്തി, നമ്മുടെ ഗ്ലാമർ ഇതൊക്കെ ഇല്ലാതാവും. അത്ര പുസ്തകങ്ങൾ തയ്യാറാകും ഇല്ലല്ലോ. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലയൺ ലാഭപ്രയോഗം ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം? നിങ്ങൾ എന്ത് ചെയ്യാം? വേഗം പുറത്തോട്ട് മാറിയിട്ട് അപ്പൊ രക്ഷിതാക്കളെ ദേഷ്യം വരുമ്പോ അങ്ങോട്ട് പോവാം. എന്നിട്ട് ലയണിനെ പോലെ ഇരിക്കുന്നുണ്ട്. ലയണോട് നിന്ന് ചിരിക്കുക. ഇവരിപ്പോൾ ആക്റ്റീവായി കാണുന്നില്ല. മന്ത്രത്തിൽ ഭയങ്കര സജീവ വരുന്നുണ്ട്. ഓക്കെ, ഞാൻ ലാഫ്റ്റർ യോഗ ട്രെയിനർ കൂടി കേട്ടോ. അതുകൊണ്ടാണ് ഇതിന്റെ കൂടെ ജോലി ചേർക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഫോൺ കോളുകൾ കൊണ്ടൊക്കെ ഒരു ടെൻഷൻ വരാൻ ടെലിഫോൺ ലാഫ്റ്റർ യോഗ ഉണ്ട്. നിങ്ങൾക്ക് ഫോൺ വരുന്നതായിട്ട് കാണാം. ടെലിഫോൺ ലാഫ്റ്റർ യോഗ. അപ്പൊ നിങ്ങൾ എല്ലാവരും കയ്യിലേക്ക് ഫോൺ അടിക്കുക. എന്നിട്ട് വെക്കും ഹലോ പറഞ്ഞിട്ട് നമ്മൾ ചിരിക്കാൻ പോകണം. ഹലോ, ഒന്നുകൂടി ഹലോ പറയാണ്. ഹലോ, ഓക്കെ, ഇതൊക്കെ സ്ട്രെസ് കുറക്കാൻ വളരെ ഹെൽപ്ഫുൾ ആണ്. ഇനി നമുക്കൊരു ട്രെയിൻ ലാഫ്റ്റർ യോഗ കളിക്കാം. ട്രെയിൻ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഗ്രൂപ്പായി നിന്ന് ഇങ്ങനെ ഷോൾഡറിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ ചിരിച്ച് ട്രെയിൻ പോകുമ്പോൾ പോവാം. ഒക്കെ ഇങ്ങനെ ഒരു സെഷൻ ആയിട്ട് നിർത്തി കുറച്ച് ഇങ്ങനെ ട്രെയിൻ പോലെ അങ്ങനെ നടന്നു ഒരു ഗ്രൂപ്പായിട്ട് വരും. ചിരിച്ചാ മതി. നിങ്ങൾ 5-6 പേര് വരും. ഇങ്ങനെ ട്രെയിൻ പോകുമ്പോൾ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കറങ്ങി വരും. ചിരിച്ചിട്ട് ടീച്ചറെ വിളിപ്പിക്കേണ്ടി വരും. അതിലെങ്ങനെ ചുറ്റും ക്യാമറ തട്ടാതെ കേട്ടോ. ചിരിച്ചത് അപ്പൊ ട്രെയിൻ വരുന്ന രീതിയിൽ നമ്മൾ ചിരിക്കുന്നു. ഓക്കെ, ഇത് നിങ്ങൾ കുറെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി വേണമെങ്കിൽ ബലൂൺ ലാഫ്റ്റർ ചെയ്യാൻ പറ്റും. ബലൂൺ ലാഫ്റ്റർ. ഓക്കെ, അതെങ്ങനെയാണെന്ന് നമ്മൾ ബലൂൺ വീർപ്പിക്കുന്നു വളരെ ശക്തമായിട്ട്. ശാസ്ത്രത്തിന് ഈ ലാഫ്റ്റർ യോഗ എന്ന് പറയുമ്പോൾ നിങ്ങൾ വെറുതെ തമാശയായിട്ട് വിചാരിക്കരുത്. ഇതൊരു യോഗ പോലെ തന്നെയാണ്. ഇതിൽ നമ്മൾ ശ്വാസമൊക്കെ ആയിട്ട് സിങ്ക്രണൈസ് ചെയ്യണം. അതൊരു മൂവ്മെന്റ് ഇതൊക്കെ വരുന്നുണ്ട്. ഇത് ചെയ്താൽ നിങ്ങൾക്ക് മറ്റു യോഗ ചെയ്യുന്ന അത്ര എഫക്റ്റ് ഇല്ലെങ്കിലും ഏതാണ്ടൊക്കെ കലോറി വേണം. ഇത് നിങ്ങൾ ഹാപ്പി ആവുകയും ചെയ്യും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ബലൂൺ വീർപ്പിക്കാൻ എന്നിട്ട് പൊട്ടുമ്പോ വാച്ച ചെയ്യും.
ഇനി വേണമെങ്കിൽ മന്ത്രിച്ചുകൊണ്ടുള്ള ലാപ്ടോപ്പ് ചെയ്യാം. എന്തെങ്കിലും ഒരു മന്ത്രം ചൊല്ലിട്ട് ഒരു ലാപ്ടോപ്പ് ചെയ്യാം. I am good, I am good. ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഇനി വേണമെങ്കിൽ മോട്ടിവേഷൻ ട്രെയിനർ ലാപ്ടോപ്പ് ചെയ്യാം. ഓക്കെ, I can win. ഒന്ന് മോട്ടിവേഷൻ ട്രെയിനർ ആക്റ്റീവ് നിൽക്കി, എല്ലാവരും നിൽക്കി. I can win. കൈവക്കി മോട്ടിവേഷൻ ട്രെയിനർ പറയുന്നത് I can win. I am great. I love me. പരസ്പരം ഇങ്ങോട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാം You are great. You are great. You are great. You can win. Okay. അപ്പൊ എന്താണ് നിങ്ങളിങ്ങനെ ലാപ്ടോപ്പ് ഇടയ്ക്കിടയ്ക്ക് ചെയ്താലുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ്? നിങ്ങളെ ഗ്രൂപ്പ് കണക്ഷൻ അടിപൊളിയാവുമല്ലേ? അടിപൊളിയാവും. കാരണം ഒരു നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഓർക്കുന്ന നിമിഷങ്ങൾ എപ്പോഴും പരസ്പരം ഒരുമിച്ച് ചിരിച്ച നിമിഷങ്ങളല്ലേ? അപ്പൊ അത് നിങ്ങളെ ഇപ്പൊ നിങ്ങൾ NSS ക്യാമ്പിൽ നാളെ എത്ര ദിവസം ക്യാമ്പ്? 2 ദിവസം. ഈ 2 ദിവസം ഇവരെ കൊണ്ട് ലാപ്ടോപ്പ് ചെയ്യിപ്പിക്കാനുണ്ട് ടീച്ചറെ. 2 ദിവസം 2 മിനിറ്റ് ചെയ്താൽ മതി. കാരണം അത് ചെയ്യാൻ മതി. കാരണം നിങ്ങളെ ബോണ്ട് നന്നാക്കും അല്ലേ? പിന്നെ നമ്മൾ ആൻസൈറ്റി കൊടുക്കുമല്ലേ? കൊടുക്കും അല്ലേ? സ്ട്രെസ് കൊടുക്കും, ഡിപ്രഷൻ ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ? മൈൻഡ് ഫ്രീ ആവും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചാലഞ്ച്, പരീക്ഷയുടെ ചാലഞ്ച് എന്ത് വരികയാണെങ്കിലും നിങ്ങൾ മരിച്ചു നിൽക്കേണ്ട. ആദ്യം നിങ്ങളെ വീട്ടുകാർ പറയും ഇതൊക്കെ എന്റെ കുട്ടിക്ക് എന്താ വട്ടായോ എന്നൊക്കെ പറയും. മനസ്സിലായില്ലേ? പണ്ടൊക്കെ ആൾക്കാർ റോഡുമ്പോ കൂടെ നടന്നു പോകുമ്പോൾ പറയായിരുന്നു ഇയാൾക്ക് എന്താ വട്ടാണോ. ഇന്നിപ്പോ ആരാ നടക്കാത്തത്? ഇതുപോലെയാണ് ചിരിക്കുന്നത് തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ചിരിക്കേണ്ട കാലം തന്നെ വരാൻ പോകുന്നത്. അപ്പൊ നിങ്ങളെ കുറച്ചുകൂടി മുമ്പ് അത് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ വീട്ടിൽ പോയാൽ നിങ്ങൾ എല്ലാവരും കൊണ്ടും രാഷ്ട്രീയമൊക്കെ പഠിപ്പിക്കണം. എല്ലാവരെ കൊണ്ടും പഠിപ്പിക്കണം, ചിരിക്കാൻ പഠിപ്പിക്കണം. കാരണം കുടുംബ ബന്ധത്തെ നന്നാക്കുമല്ലേ? നന്നാക്കും. കുടുംബത്തിലൊക്കെ ഒരു ഫാമിലി മീറ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കൊടുക്കണം. ബാക്കിയൊക്കെ യൂട്യൂബ് നോക്കിയാൽ കാണുന്നത്. മനസ്സിലായില്ലേ? രാഷ്ട്രീയ ടെക്നിക്കുകൾ ഇവിടെ തന്നെ ഉണ്ട് പോലെ. പിന്നെ ഇതിന്റെ ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പിതാവ് ഒരു ഡോക്ടറാണ്, മദൻ കട്ടാരിയ എന്ന് പറയുന്നത്. അയാളൊരു ഡോക്ടറാണ്, ഒരു കാർഡിയോളജിസ്റ്റ് ആണ്. മനസ്സിലായില്ലേ? അപ്പൊ അതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത വിഷയവും കുറച്ച് നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇന്ന് NSS ക്യാമ്പ് നമ്മളിപ്പോ ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്യാമ്പാണ്. ഞാൻ കുറ്റപ്പെടുത്താൻ പറയണ്ട. നമ്മൾ നോക്കുകയാണ് ഇന്നത്തെ ഭക്ഷണം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ്? ചപ്പാത്തി ബ്രേക്ക്ഫാസ്റ്റ്. വൈകുന്നേരമാണ്. അപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം ഫുൾ ഡേ ദിവസത്തെ ഭക്ഷണം എങ്ങനെ? പുട്ടും കടലയും, പിന്നെ ചെറുപയറ്, ചോറ്, ബിരിയാണി, ചീര, കപ്പ. ഇതിന് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം ഏതുണ്ട്? ചോറ് ഹെൽത്തി അല്ല. വെള്ളച്ചോറാണോ നിങ്ങൾ കഴിച്ചത്? അല്ലെങ്കിൽ വെള്ളച്ചോറ് ഹെൽത്തി അല്ല, കപ്പ ഹെൽത്തി അല്ല, പച്ചക്കറി ഹെൽത്തിയാണ്, ചെറുപയർ ഹെൽത്തിയാണ്, പപ്പായ ഹെൽത്തിയാണ്, വാട്ടർ ഹെൽത്തിയാണ്. എന്തുകൊണ്ടാണ് ചോറ് ഹെൽത്തി അല്ലാത്തത്? ഷുഗർ ഹെൽത്തിയാണോ? അല്ല. ഷുഗർ ഡ്രിങ്ക്സ് നമ്മൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും കഴിക്കാൻ പാടില്ല. 7-Up പെപ്സിയൊക്കെ. അത് ഇഷ്ടമുള്ളത് ആരൊക്കെയുള്ളത്? ഇവിടെയാണ് നമ്മൾ പ്രശ്നം കളിക്കുന്നത്. ലോകത്ത് അറ്റാക്കും സ്ട്രോക്കും ഒക്കെ ഉണ്ടാവാൻ ഏറ്റവും വലിയ കാരണം ഇതുവരെ എല്ലാവരും ധരിച്ചിരുന്നത് ഒരു ഇറച്ചിയും മീനൊക്കെ തിന്നുകൊണ്ടാണ്. പക്ഷെ അല്ല. ഫാറ്റ് ലിവർ ഏറ്റവും കൂടാൻ കാരണം എന്താണ്? നമ്മൾ കഴിക്കുന്ന ഷുഗറി ഭക്ഷണങ്ങളാണ്. ഷുഗറി ഭക്ഷണങ്ങൾ എന്താ ചെയ്യാ? ഉള്ളിലെത്തി എന്ത് ചെയ്യും? ഉള്ളിലെത്തിയിട്ട് നമ്മുടെ ശരീരത്തിന് ഉള്ളിൽ നിന്ന് കൊളസ്ട്രോൾ ആയിട്ട് മാറും, കൊഴുപ്പായിട്ട് മാറും. അതാണ് അപകടം. അത് 80% പണം. മനസ്സിലായില്ലേ? അപ്പൊ എന്താവും? നമ്മളൊരു ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണ രീതി എങ്ങനെയാ വേണ്ടത്? നമ്മുടെ ദിവസം 5-6 പ്രാവശ്യം എന്താ കഴിക്കേണ്ടത്?
വെള്ളമൊക്കെ, പിന്നെന്താണ്, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് കഴിക്കേണ്ടത്. അതെങ്ങനെയാ വേണ്ടത്? മഴവിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? മഴവിൽ വർണ്ണങ്ങളിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് നമ്മൾ കഴിക്കേണ്ടത്. മിക്സിയോ? അപ്പൊ എന്താണ്, പല കളറിലുള്ളത് മിക്സ് ചെയ്തിട്ട് സാലഡ് ആക്കിയിട്ടാണ് കഴിക്കുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ കഴിക്കുന്ന ഉപ്പേരി ആക്കിയിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് അല്ലേ? അത് ഹെൽത്തിയാണോ? നിങ്ങളുടെ വീട്ടില് റാഗി കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത് ഒരാള് ഒരു ഗ്ലാസ് കുടിക്കലാരും, അത് ഹെൽത്തി ഓപ്ഷനാണ്. നാരടങ്ങിയ ഭക്ഷണമാണ് നമ്മൾ മെയിനായിട്ട് കഴിക്കേണ്ടത്. എന്താണെങ്കിൽ വെള്ളച്ചോറിൽ നാരുണ്ടോ? നോ, വെരി ഗുഡ്. നാര് കളഞ്ഞ അരിയാണ് എന്ത്? വെള്ളച്ചോറ്. അതുകൊണ്ടാണ് അപകടമാണ്. പുട്ട്, റാഗിന്റെ പുട്ട് ഓക്കെയാണ്. വെള്ളപ്പുട്ട് എന്താണ്? അൺഹെൽത്തിയാണ്. കാരണം എന്തുകൊണ്ടാണ്? നാര് കാണുന്നു അല്ലേ? വെരി ഗുഡ്. അപ്പൊ നമ്മളൊന്നും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമല്ല അല്ലേ? മയോണൈസ് ഹെൽത്തി ആണോ? അല്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് ജങ്ക് ഫുഡ്സ് നമ്മൾ ലിമിറ്റ് ചെയ്യണം. ജങ്ക് ഫുഡ്സിന് വേറെ എന്ത് കഴിക്കണം? ഹെൽത്തി ഫുഡ്സ്, ഫ്രൂട്ട്സും ഇതൊക്കെ കട്ട് ചെയ്തിട്ട് കഴിച്ചുകൂടെ അല്ലേ? കടല കഴിക്കാം, കുഴപ്പമില്ല, നല്ലതാണ്, ഹെൽത്തിയാണ്. പക്ഷെ ഓവർ ആവരുത്. ബദാം, പിസ്ത, നട്ട്സ് ഇതൊന്നും ഓവർ ആവരുത്. ഒരു ലിമിറ്റിൽ കൺട്രോൾ വെച്ച്. ഓവർ ആയത് എന്താ പ്രശ്നം? കലോറി കൂടുതലാണ്. അപ്പൊ തടി കൂടും, പൊണ്ണത്തടി വരും. ഒരു ലിമിറ്റിൽ കഴിച്ചാൽ അത് നമുക്ക് വേണ്ട നല്ല കൊഴുപ്പ് സപ്ലൈ ചെയ്യും അല്ലേ? പ്രോട്ടീനും സപ്ലൈ ചെയ്യും. പിന്നെ ജീവിതശൈലിയിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണ്? നമുക്ക് എന്തില്ലാത്തതിന്റെ കുഴപ്പമാണ്? ഫിസിക്കൽ ആക്ടിവിറ്റി. അപ്പൊ നമ്മൾ എത്ര നേരം ഇരിക്കാൻ വേണ്ടിട്ട് 1 മണിക്കൂറോളായില്ലേ? ഇടയ്ക്ക് നമ്മൾ മൂവ് ചെയ്തു. 1 മണിക്കൂറോളം തുടർച്ചയായിട്ട് ഇരുന്നാൽ അപകടമാണല്ലേ? ഓരോ 1/2 മണിക്കൂറിൽ 5 മിനിറ്റ് നമ്മൾ മൂവ് ചെയ്യണം. ഏതായാലും നമുക്കൊരു ജമ്പിങ് ടാക്സി ഇല്ലല്ലോ അവിടുന്ന്. നമ്മൾ എഴുന്നേറ്റത് ഒരു 10 ജമ്പിങ് ടാക്സി 5 നോക്കണം. ക്യാമറ പോസാക്കാം. പോസാക്കണ്ട, അത് കട്ട് ചെയ്ത് ഡാൻസ് ചെയ്യാം. അത് കുഴപ്പമില്ല, ഇല്ലല്ലോ ഓണാണ്. ഇതിപ്പോഴല്ലോ ബ്ലോക്കായോ? അപ്പൊ ഏത് ഇപ്പൊ പൊട്ടിയായിരുന്നല്ലേ? ആണോ? അപ്പൊ നമ്മൾ എത്ര സമയം നമ്മള് എക്സസൈസ് ചെയ്യാൻ? നിങ്ങൾ ഒരു 60 മിനിറ്റ് എക്സസൈസ് ചെയ്യും. 60 മിനിറ്റ് 1 മണിക്കൂറെങ്കിലും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് നടന്ന് പഠിക്കാൻ. അപ്പൊ നിങ്ങൾ ഒരു മാളിൽ പോയി അവിടെ എസ്കലേറ്ററിലൂടെ നടക്കാനുള്ള ഓപ്ഷൻ. നിങ്ങൾ എന്താ പ്രശ്നം? എസ്കലേറ്ററിൽ പോവാണെങ്കിൽ നടന്നു പോകരുത്, മാക്സിമം മൂവ് ചെയ്ത് പോവാം. എങ്ങനെ? ഓടിയിട്ട് കയറാൻ എസ്കലേറ്റർ. നടക്കാതിരിക്കാൻ വേണ്ടി നോക്കാം. പിന്നെ നമുക്ക് ഏറ്റവും വേണ്ട സാധനമാണ് സോഷ്യൽ കണക്ഷൻ അല്ലേ? നല്ലൊരു പോസിറ്റീവ് പിയർ ഗ്രൂപ്പ് നിങ്ങൾ ഉണ്ടാക്കണം. ഇതെല്ലാം നല്ല പോസിറ്റീവ് പിയർ ഗ്രൂപ്പ് അല്ലേ? NSS ക്യാമ്പിൽ വന്നപ്പോൾ നിങ്ങൾക്ക് ഒരു അനുഭവം എന്ന് പറയും. ഈ ക്യാമ്പോട് നിങ്ങൾക്ക് ഉണ്ടായ ഒരു സോഷ്യൽ രാത്രി ഉറങ്ങാതെ കുറെ ആൾക്കാർ എല്ലാവരും കൂടി നടത്താനൊക്കെ പറയുന്നുണ്ട്. അത് അടിപൊളിയായിരുന്നു. അത് കുറച്ചും കൂടി എല്ലാവരും കണക്ഷൻ കൂട്ടാൻ സാധിച്ചു. ഫ്രണ്ട്സിനായിട്ടും അങ്ങനെ കണക്ഷൻ കൂട്ടിയിടാൻ സാധിച്ചു. നല്ല സോഷ്യൽ കണക്ഷൻ ഉണ്ടായിരുന്നു.
പെട്ടെന്ന് ഉറങ്ങാൻ പോലുമില്ല. അപ്പൊ ഞങ്ങള് ഉറങ്ങാതെ കുറച്ച് വരാതിരുന്ന് നല്ലൊരു സോഷ്യൽ ബോണ്ട് ഉണ്ടാക്കാനല്ലേ ഈ ആദ്യം വളരെ ആക്റ്റീവ് പ്രശ്നമാണ് ഉറക്കം നമുക്ക് ആവശ്യമാണ്. നിങ്ങളിപ്പോ പരീക്ഷയ്ക്ക് ഉറക്കം ഇന്ന് പഠിച്ചാൽ എന്താ പ്രശ്നമാണ്? എങ്ങനെ ഉറക്കം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ തലച്ചോറിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുന്നപ്പോഴാണ് ഉറങ്ങുമാണ് അല്ലെ. അപ്പൊ ഉറക്കം നമുക്ക് മസ്റ്റാണോ അല്ലേ? മസ്റ്റാണ് അല്ലെ. അപ്പൊ ഈ ഉറക്കം നമുക്ക് എത്ര മണിക്കൂർ കിട്ടണം? 6 to 8 hours കിട്ടണം അല്ലെ. നിങ്ങളുടെ പരീക്ഷയുടെ പെർഫോമൻസ് കൂടുകയോ കുറയോ? കൂടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പഠിക്കുന്ന വിഷയം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. ഈ പഠിക്കുന്ന സാധനം എവിടെ സ്റ്റോർ ചെയ്യുന്നത്? എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? അപ്പൊ ഈ ബ്രെയിനിന്റെ ആരോഗ്യം ശരിക്കും പരിപാലിച്ചിട്ടില്ലെങ്കിൽ സ്റ്റോറേജ് ശരിക്കും നടക്കുമല്ലോ? ഒരിക്കലും നടക്കൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബ്രെയിനിന്റെ ആരോഗ്യം കിട്ടണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? നല്ല ഉറക്കം കിട്ടണം, നല്ല റെസ്റ്റ് കിട്ടണം, നന്നായിട്ട് ഫിസിക്കൽ എക്സസൈസ് കിട്ടണം, വെള്ളം കുടിക്കണം, ബി കോംപ്ലക്സുകൾ കഴിക്കണം, ബി കോംപ്ലക്സ് അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ കഴിക്കാം. പിന്നെ ഞാൻ പറഞ്ഞു ഔട്ട്ഡോറിലൊക്കെ ഇങ്ങനെ കുറച്ച് റിലാക്സ് ചെയ്തിട്ട് പഠിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ പവർ വർദ്ധിച്ചാലും അപ്പൊ എന്താവും? നമുക്ക് കറക്റ്റ് ഉറക്കം കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ ഇതാക്കണം അല്ലേ? ഓക്കെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം അല്ലേ? അല്ലേ? ഇനി നമുക്ക് കുറച്ച് ഇവിടെ പാട്ട് പാടുന്നതിന് ആൾക്കാരാണുള്ളത്. ഇനി നമുക്ക് കുറച്ച് ബ്ലോഗ് കൊടുത്തില്ല. ഓരോ വരി പാട്ടുകൾ പാടിയാൽ മതി. ഓക്കെ.